ഉൽപ്പത്തി പുസ്തകം 21-ാമത് അധ്യായം 2-ാമത്തെ വാക്യം. നമ്മൾ മലയാളം ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് സഹായിക്കണേ. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഈ ടൈം ഓഫ് ഗോഡ് എന്നുള്ള ഒരു പദമാണ് ഞാൻ ഇന്ന് പറയുവാൻ, ജസ്റ്റ് ഒരു വാക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അറ്റ് ദ വെരി ടൈം ഗോഡ് ഹാസ് പ്രോമിസ്ഡ്. ചില ദൈവികമായ വാക്തത്വങ്ങളുടെ സമയം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ അകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഞാനിത് തുടങ്ങുമ്പോൾ എന്റെ മെസ്സേജ് ചിലപ്പോൾ മാറിയെന്നിരിക്കും, ഞാൻ എടുത്തു വന്ന മെസ്സേജിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നിരിക്കും. അത് ദൈവ ആലോചനയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ പ്രസംഗിക്കാൻ എടുത്ത ഭാഗമല്ല, പക്ഷെ പെട്ടെന്ന് ബൈബിൾ തുറന്നപ്പോൾ ഈ വാക്യം എന്റെ മുമ്പിൽ വന്നപ്പോൾ അതിലേക്ക് വീണ്ടും പോവുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നതിന്റെ അകത്ത് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് പ്രോമിസ് ഓഫ് ഗോഡ്, രണ്ട് ടൈം ഓഫ് ഗോഡ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞ് ദൈവികമായ ഇഷ്ടത്തിന്റെ അകത്ത്, ദൈവഹിതത്തിന്റെ അകത്ത് രണ്ട് ഘടകമുണ്ട്. ഒന്ന് പ്രോമിസ് ഓഫ് ഗോഡ്, ടൈം ഓഫ് ഗോഡ്. ദൈവത്തിന് ആരോടൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ടോ, ദൈവത്തിന് ആരുടെയൊക്കെ ലൈഫിൽ ഹിതമുണ്ടോ, ദൈവിക ഇഷ്ടങ്ങളുണ്ടോ, ദൈവം ആദ്യം അവർക്ക് വാഗ്ദത്തം നൽകും. രണ്ട്, ദൈവത്തിന്റെ സമയത്തിൽ അതിനെ ദൈവം പൂർത്തീകരിക്കും. ബൈബിളിന്റെ അകത്ത് നമ്മൾ എപ്പോൾ വായിച്ചാലും പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോഴും പലരും പറയുന്ന ഒരു കാര്യവും ചോദിക്കുന്ന കാര്യവും, ഞാൻ ഇത്ര വർഷമായി, ഇത്ര കാലമായി, ഇത്ര മാസമായി, പക്ഷെ എന്റെ ലൈഫിന്റെ അകത്ത് ഒന്നും സംഭവിച്ച് ഞാൻ കണ്ടിട്ടില്ല, മാറ്റങ്ങൾ വലുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല, ഒത്തിരി വാക്തത്വങ്ങളുണ്ട്, ഇതൊന്നും സംഭവിക്കാൻ തോന്നുന്നില്ല. ചിലപ്പോൾ ഞാൻ മിസ്റ്റേക്കിലാണോ, എനിക്ക് തെറ്റ് പറ്റിപ്പോയോ, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ശരിയാണോ എന്നെല്ലാം പല രീതികളിലുള്ള ചിന്താഗതികൾ നമ്മുടെ അകത്തൊക്കെ ഉയരാറുണ്ട്. അങ്ങനെ പലരും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സാധാരണ പറഞ്ഞൊരു കാര്യം, ദൈവഹിതം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ്, ഒന്നാമത്തെ കാര്യം, നമുക്ക് ദൈവം ഒരു വാഗ്ദത്തം നൽകും. 2026 ഫെബ്രുവരി മാസത്തിന്റെ അകത്ത് നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് എവിടെയെങ്കിലൊക്കെ ജനിച്ചപ്പോഴോ, ജനിച്ചു കഴിയുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോഴോ, കഴിഞ്ഞ വർഷമോ, കഴിഞ്ഞ മാസമോ, ഇന്നലെയോ എപ്പോഴെങ്കിലൊക്കെ ഒരു വാഗ്ദത്തമെങ്കിലും ദൈവം നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ദൈവ ഇഷ്ടം പൂർത്തീകരിപ്പാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. പക്ഷേ എല്ലാ വാഗ്ദത്തത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ഈ സമയമാണ് നമ്മുടെ ലൈഫിന്റെ അകത്ത് എപ്പോഴും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അബ്രഹാമിന്റെ ലൈഫിന്റെ അകത്ത് ദൈവം വാഗ്ദത്തം കൊടുത്ത് എപ്പോഴാണ് കൊടുത്തത്? 25 വർഷത്തിന് മുമ്പ് വാഗ്ദത്തം കൊടുത്തല്ലേ? 25 വർഷത്തിന് മുമ്പ് വാഗ്ദത്തം കൊടുത്തിട്ട് 25 വർഷത്തിന് ശേഷമാണ് അവിടെ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സമയം അടുത്തപ്പോൾ, when the very time of God came, ദൈവത്തിന്റെ സമയമായപ്പോൾ ആ വാഗ്ദത്തത്തെ നിറവേറ്റി. ഈ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനും സമയത്തിനും തമ്മിൽ ഇടയിലുള്ള ഈ സമയം എന്താന്നുള്ളത് ദൈവം ആരോടും പറയത്തില്ല. നിങ്ങൾക്ക് ഞാൻ ഉദാഹരണമില്ല, ബൈബിളിന്റെ അകത്ത് നിന്ന് തെളിവ് തരാം. അപ്പോസ്തല പ്രവൃത്തി 1-ാമത് അധ്യായം 7-ാമത്തെ വാക്യങ്ങൾ വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1-ാമത് അധ്യായം അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ, തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെ കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, നമുക്കുള്ളതല്ല, അത് പിതാവിന്റെ അധികാരത്തിൽ തന്നെ ഉള്ളതാണ്. എല്ലാരും പറഞ്ഞ്, സമയം അറിയുക എന്നുള്ളത് നമ്മുടെ പരിപാടിയല്ല, അത് ദൈവത്തിന്റെ കയ്യിൽ മാത്രമുള്ള സംഭവമാണ്. യേശു തന്നെ പറഞ്ഞതാണ്, എന്റെ സമയം പോലും എനിക്ക് അറിയത്തില്ല, അത് ആരുടെ കയ്യിലാണ്? പിതാവിന്റെ കയ്യിലാണ്. അപ്പം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് എങ്ങനെയെങ്കിലും സമയം അറിയണം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ മുമ്പ് നമ്മൾ പോകുന്നതിന് വേണ്ടിയിട്ടാ, സമയം അറിയാൻ വേണ്ട, വേറെ ഒന്നും വേണ്ടല്ല. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചർച്ചയ്ക്ക് കയറുമ്പോഴത്തേന് ഒരു നേരത്തെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചർച്ചിന്റെ അടുത്തോട്ട് ഞങ്ങൾ പോകത്തില്ല, കാരണം അപ്പൊ പാസ്റ്റർ പിടിക്കും, നിന്നെ സ്ഥലത്ത് നിന്ന് വരുന്നില്ലടാ, നിന്നെ എവിടെ പോയിട്ട് നിന്നതൊക്കെ പറയും. അങ്ങനത്തെ ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പ്രവാചകന്മാരൊന്ന് ധൈര്യത്തോടെ തല കുടിച്ച്, കാരണം എന്താ, നമുക്ക് ഇന്ന് സമയം മാത്രമേ വെളിപ്പെടുത്തുള്ളൂ, സമയം അറിയാനോ കൂടുതലും പോകുന്നു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, സമയം എന്ന് പറയുന്നത് അവന്റെ അധികാരത്തിലുള്ളതാണ്. അതുകൊണ്ട് ആ സമയം അറിയുന്നത് നമുക്ക് എന്തല്ല, നമ്മുടെ അധികാരത്തിലുള്ളതല്ല. അപ്പൊ ദൈവം ഒരിക്കലും തന്റെ സമയം നമുക്ക് ദൈവം പറഞ്ഞു തരാറില്ല. എന്നാൽ ചില സാഹചര്യങ്ങളുടെ അകത്തെല്ലാം ദൈവികമായ വാക്തത്വങ്ങളുടെ അകത്ത് ദൈവിക സമയങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്.
ഏലിശ ശൂന്യവേക്കാരുടെ ഭവനത്തിൽ വരുമ്പോൾ പറയുകയാണ്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ, അല്ലെ? അപ്പൊ ചില സാഹചര്യത്തിന്റെ അകത്ത് എന്നാൽ ദൈവികമായ വാക്തത്വങ്ങൾ എവിടെയെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ടോ, ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ഇപ്പൊ നിങ്ങളുടെ ആരുടെങ്കിലും കുഞ്ഞുങ്ങളോ ആരെങ്കിലും നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുക, ഒരു സൈക്കിൾ വാങ്ങിച്ചു തരണം, ബൈക്ക് വാങ്ങിച്ചു തരണം ചോദിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അവന് കൊച്ചിന് വാങ്ങിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ട്. ഇഷ്ടമുള്ളപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ അവർ പ്രോമിസ് ചെയ്യും, ഓക്കേടാ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. നിങ്ങൾ പ്രോമിസ് ചെയ്തെങ്കിലും നിങ്ങളിപ്പോ എന്ത് ഡിസൈഡ് ചെയ്തിട്ടില്ല? സമയം ഡിസൈഡ് ചെയ്തിട്ടില്ല, എപ്പോഴാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടെന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് 1 വർഷം കൂടെ പോട്ടെ, 2 വർഷം കൂടെ പോട്ടെ, അല്ലെങ്കിൽ എക്സാം എല്ലാം കഴിയട്ടെ എന്ന്. അപ്പൊ നമ്മൾ ഈ പ്രോമിസ് കൊടുത്തു കഴിയുമ്പോഴത്തേനും പിള്ളേരുടെ ചിന്താഗതി എന്തുവാ? വാങ്ങിച്ചിരാന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം തൊട്ട് അവന് ആ പ്രതീക്ഷയില്ല, ഇന്ന് കിട്ടും, നാളെ കിട്ടും, അടുത്ത ആഴ്ച കിട്ടും. അതല്ലേ സത്യത്തിൽ? 1 മാസമായി, 2 മാസമായി, 1 വർഷമായി, 2 വർഷം ആകുമ്പോഴത്തേക്കും പറയും, അപ്പൻ ചുമ്മാ കളിക്കാൻ പറഞ്ഞതാ, കളിപ്പിക്കാൻ പറഞ്ഞതാ. ഇതാണ് നമ്മുടെ ലൈഫിന്റെ അകത്തും പിശാച് കൊണ്ടുവിടുന്ന ഏറ്റവും വലിയ നിരാശ എന്നറിയാമോ? ഈ സമയം നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മുടെ അകത്തുള്ള ഈ സമയം തെറ്റിച്ച് കളയുക എന്ന് പറഞ്ഞ പിശാചിന്റെ വലിയൊരു ഘടകമാണ്. ഈ ഭാഗം ഞാൻ വായിക്കുമ്പോൾ, ഞാൻ സോറി, എന്റെ മെസ്സേജ് മാറുക, കുഴപ്പമില്ല, ഞാൻ ആത്മാവ് നയിക്കുന്ന പോലെ അതിലോട്ടങ്ങ് പൊക്കോളാം. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ലൈഫിന്റെ അകത്ത്, ഞാൻ ഈ വാക്യം പറയുമ്പോൾ എന്തോ ഈ വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ ചിലരുടെ ലൈഫിന്റെ അകത്ത് നിങ്ങളുടെ വാക്തത്വത്തെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോവുകയാണ്. അതിന്റെ ചില സമയങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് സ്വർഗം, അങ്ങനത്തെ ചില സമയം, ടൈം ദൈവം ഓപ്പൺ. ബൈബിളിന്റെ അകത്ത് ടൈം എന്ന് പറഞ്ഞത് ഭയങ്കര ഗൗരവമേറിയ ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഒന്നാണ്, ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് പെർഫെക്റ്റ് ടൈമിങ്. എനിക്ക് ഈ സ്നേഹിക്കുന്ന ദൈവമെന്നോ കരുതലിന്റെ ദൈവമെന്നോ സ്വർഗരാജ്യത്തിനെ കൊണ്ട് എനിക്കിതിനെല്ലാം കാലം ഏറ്റവും കൂടുതൽ ബൈബിളിന്റെ അകത്ത് ആവേശം വരുത്തുന്ന ഒരു ഭാഗമും ഇഷ്ടമുള്ള ഭാഗമും നമ്മുടെ ദൈവത്തെ പോലെ ടൈമിങ്ങിന്റെ അകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ ഈ ലോകത്തിലില്ല. അതിന് ഉദാഹരണം പറയാം. ഏലിയാവ് വിധവയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഏലിയാവ് ഒരു 5 മിനിറ്റ് താമസിച്ചു പോയാൽ വിധവയുടെ ഫ്യൂണറൽ സർവീസിൽ പ്രസംഗിക്കേണ്ടി വരും. 5 മിനിറ്റ് മുമ്പേ പോയാൽ വിധവ അവിടെ കാണത്തില്ല, താനും വിറക് പറക്കാൻ പോയേക്കുക. പക്ഷെ റൈറ്റ് ടൈമിലാണ് കർത്താവ് അവിടെ എത്തിക്കുന്നത്. റൈറ്റ് ടൈം, റൈറ്റ് പേഴ്സൺ, റൈറ്റ് പ്ലേസ്. എല്ലാരും പറഞ്ഞ നിങ്ങൾ, റൈറ്റ് ടൈം, റൈറ്റ് പേഴ്സൺ, റൈറ്റ് പ്ലേസ്. നമ്മുടെ ലൈഫിന്റെ അകത്ത് ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണ്ടിയുള്ള റൈറ്റ് പേഴ്സണെ റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ ദൈവം കൊണ്ടുമുട്ടിക്കാൻ പോകുകയാണ്. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നു? ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് പരിശുദ്ധ ആത്മാവ് 2026 അകത്ത് ടൈമുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ലൈഫിന്റെ അകത്തുണ്ടായ ചില ഡിലേകളെ, അതൊരു ഡിലേ ഇസ് നോട്ട് എ ഡിനയൽ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കും, ഡിലേ ഇസ് നോട്ട് എ ഡിനയൽ. നമ്മുടെ ലൈഫിന്റെ അകത്ത് എന്തെങ്കിലൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, വാക്തത്വമുണ്ടോ ചാകുന്നതിന് മുമ്പ് കർത്താവ് അത് ചെയ്തിരിക്കും. നമുക്ക് പ്രായം പോയാലും, നമുക്ക് കഴിവില്ലെന്ന് പറഞ്ഞാലും, നമുക്ക് സാഹചര്യമില്ലെന്ന് പറഞ്ഞാലും, നമുക്ക് ബുദ്ധിമുട്ടുള്ള നമ്മൾ ഈ ദൈവഹിതം എങ്ങനെയാ കണക്കെന്നറിയാമോ? എല്ലാം അനുകൂലമായി വരുമ്പോഴാണ് ദൈവഹിതം എന്നാണ് നമ്മൾ കണക്കിടുന്നത്. എന്നാൽ ബൈബിളിന്റെ അകത്ത് പഠിക്കുമ്പോൾ എല്ലാം പ്രതികൂലമാകുമ്പോഴാണ് ദൈവത്തിന്റെ സമയം വരുന്നത്. നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണ്, ബൈബിൾ വായിക്കുന്നവരാണ്, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. നിങ്ങൾ എല്ലാ വ്യക്തികളുടെ ലൈഫ് എടുത്ത് നോക്കുകയും എല്ലാം അനുകൂലമായി വരുമ്പോൾ ആണ് ദൈവസമയം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, എല്ലാം കൈവിട്ട് പോകുമ്പോഴാണ് ദൈവസമയം എന്ന് ദൈവം പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? അപ്പോഴാണ് ദൈവമാണ് നമ്മുടെ ലൈഫിൽ പ്രവർത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എല്ലാ സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചാൽ എന്താണെന്ന് അറിയുമോ? അത് എല്ലാം ഓക്കെ ആയിരുന്നു ബ്രദർ, അതുകൊണ്ട് നടന്നു നമ്മൾ പറയും. മനസ്സിലായോ? ഒന്നുമില്ലാതെ പൊട്ടി പോളിഷ് ആയിരിക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവ് എന്തായാലും ദൈവം ചെയ്തെന്ന് പറയും. ദൈവത്തിന്റെ മഹത്വം ഒറ്റ വ്യക്തിയും വിട്ടുകൊടുക്കുന്നവനല്ല. വാക്തത്വം ചെയ്ത ദൈവമാണെങ്കിൽ നിവർത്തിക്കുന്ന ദൈവമാണ്. എത്ര പേർ 2 മിനിറ്റ് നിങ്ങളുടെ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കും? 2026 നിങ്ങൾ പ്രാർത്ഥിച്ച, കർത്താവേ, എന്റെ ലൈഫിന്റെ അകത്ത് സ്വർഗം എന്നോട് ഒരു വാക്കെങ്കിലും വാക്തത്വമായി ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇരിക്കുന്ന പ്ലേസ് ആക്സിഡന്റ് അല്ല, ഞാൻ ഇരിക്കുന്ന കുടുംബം ഒരു ആക്സിഡന്റ് അല്ല, ഞാൻ ഇരിക്കുന്ന സാഹചര്യം അതൊരു ബുദ്ധിമുട്ടുള്ളതാണേലും ഞാൻ വിശ്വസിക്കുന്നു വാക്തത്വം ദൈവം തന്നിട്ടുണ്ടോ, അതിനൊരു സമയമുണ്ട്. ആ സമയത്തിൽ പൂർത്തീകരിക്കുന്ന, നിവൃത്തിയാക്കുന്ന സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ലൈഫിന്റെ അകത്ത് പ്രവർത്തിക്കും. അത് ഉറപ്പാണ്. അതിന്റെ അകത്ത് ഇഷ്ടംപോലെ തെളിവുകൾ
ബൈബിളിന്റെ അകത്ത് നമുക്ക് അബ്രഹാമിന്റെ എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. ദാവീദിന്റെ ലൈഫിന്റെ അകത്ത് രാജാവാക്കുവാൻ അവന്റെ മേൽ അഭിഷേകം വേണം. പക്ഷെ എത്ര വർഷം കഴിഞ്ഞാണ് അഭിഷേകം ആ രാജാവിന്റെ പദവിയിലേക്ക് അവൻ വരുന്നത്. യോസേഫ് സ്വപ്നം കണ്ടു, വാഗ്ദത്തം ലഭിച്ചു. എന്നാൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് അവൻ ആ പദവിയിലേക്ക് വരുന്നത്? അപ്പൊ ദൈവികമായ വാഗ്ദത്തത്തിന് ഒരു സമയമുണ്ട്. എല്ലാരും പറഞ്ഞ എന്റെ മേൽ ദൈവം എന്നോട് പറഞ്ഞ ഒരു പ്രോമിസിന് ഒരു സമയമുണ്ട്. 2026 അങ്ങനെ ചില വാഗ്ദത്തങ്ങൾ നമ്മൾ കണ്ടുമുട്ടും. നല്ലൊരു വിശ്വാസത്തോടെ രാമൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തോ നിങ്ങൾ വായ് കൊണ്ട് അതിനെ ഏറ്റു പറയാൻ കഴിയെങ്കിൽ പറഞ്ഞോ. നിങ്ങളോട് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ആരും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും മ്യൂട്ടിലാണല്ലോ. നിങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങൾ എന്തുണ്ടെങ്കിൽ അത് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കും. നോർത്ത് ഇന്ത്യ മണ്ണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിനകത്ത് കർത്താവ് നിന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവവചനം നിന്നിൽ കൂടെ അരുളി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥ രക്ഷയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറകളുടെ മേൽ ദൈവം ചിലത് പകരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാക്തത്വം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാലഘട്ടത്തിന്റെ അകത്ത് ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ സമയത്തിൽ സ്വർഗം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ അങ്ങോട്ട് ചെയ്യട്ടെ, നിന്റെ സമയത്ത് ദൈവം ചെയ്തില്ലെങ്കിൽ നിന്റെ തലമുറയിൽ ദൈവം ചെയ്തിരിക്കും. അതിനും ബൈബിളിന്റെ അകത്ത് വചനങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും വാക്തത്വത്തെ നമ്മളിൽ ഒതുക്കുമ്പോൾ ദൈവം നമ്മളിൽ ഒതുക്കുന്നവരല്ല, തലമുറകളുടെ മേലും അവകളെ വിശ്വസ്തയോടെ ചെയ്തു തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളത് ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥതയുള്ളതല്ല, എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പിൻവരും എന്റെ തലമുറകൾക്കും വേണ്ടിയുള്ളതാണ്. അങ്ങനെ കണ്ടു വേണം ദൈവത്തെ ആരാധിപ്പാൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിന്റെ അകത്ത് നമ്മൾ സ്തുതിക്കുകയും ആരാധിക്കുകയെല്ലാം ചെയ്യുന്നത് എന്റേതായ സ്വാർത്ഥമായ നന്മകളെ കണ്ടിട്ട് മാത്രമാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും ദൈവം നമ്മളിൽ ഒതുക്കുന്നവനല്ല. നിങ്ങൾ ഈ എന്താ പറയുക, ഇതിന്റെ അകത്തിരിക്കുന്ന പലർക്കും നിങ്ങൾക്ക് ഒരു അനുഭവം കാണുമായിരിക്കും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒന്നും നമ്മുടെ വിശുദ്ധി കൂടുതലോ പ്രാർത്ഥന കൂടുതലോ ഒന്നല്ല. എവിടേക്കോ നമ്മുടെ അപ്പനമ്മമാരും അപ്പച്ചന്മാരും കൊടുത്ത വേലയുടെ നന്മയും അനുഭവമാണ്, അനുഗ്രഹമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ, ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന ഈ വിലക്കകത്ത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട. പിൻവരും തലമുറകൾ ഈ നന്മകൾ അനുഭവിക്കും. എന്നാൽ നമ്മുടെ സമയത്ത് ദൈവം ചെയ്യേണ്ടത് ചെയ്യും. നോക്കിക്കേ, മോശയുടെ ജനനത്തിന് മുമ്പിൽ തന്നെ ദൈവം കണ്ടു. ജനനത്തിന് മുമ്പിൽ കണ്ടിട്ട് പോലും 80 വർഷം കാത്തിരിക്കേണ്ട വന്നു. ഈ ഡിലേ ആകുന്ന ടൈം ഉണ്ടല്ലോ എന്റെ പൊന്നെ, ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, അന്നും ഇന്നും പിശാചി എല്ലാ വ്യക്തികളെ തെറ്റിക്കുന്നത് എവിടെയെന്ന് അറിയാവോ? ഈ സമയത്തിന്റെ അകത്താണ്. അല്ലെ, ദൈവത്തിന്റെ വചനം പറഞ്ഞു നടുവാൻ ഒരു കാലമുണ്ടോ, അല്ലെ, അറുപ്പാൻ ഒരു കാലമുണ്ട്, വലിച്ചെറിയുവാൻ ഒരു കാലമുണ്ട്, ചേർത്ത് വെപ്പാൻ ഒരു സമയമുണ്ട്, കരയുവാൻ ഒരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു കാലമുണ്ട്. നമ്മുടെ ദൈവം കാലത്തിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവത്താൽ മാത്രമേ, വചനം പറഞ്ഞു, നഷ്ടമായ സമയത്തെ പോലും മടക്കി തരുന്ന ഒരു ദൈവമാണ്. ഈ ലോകത്തിൽ ഒരൊറ്റ വ്യക്തിക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം എന്തെന്നറിയാമോ? നഷ്ടമായ സമയം പോലും നമ്മുടെ ലൈഫിന്റെ അകത്ത് മടക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഗലാത്യരുടെ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും. ഗലാത്യരുടെ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, but when the set time had fully come, കാലം അതിന്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ, അങ്ങനെ തോന്നുന്നു മലയാളത്തിൽ, അല്ലേ? സോറി, ഞാൻ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്ത തന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം എപ്പോഴാണ് ലഭിച്ചേ? ചിലപ്പോൾ മലാക്കി എന്ന് പറയുമായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ യേശയ്യ എന്നൊക്കെ പറയുമായിരിക്കും. സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയിട്ടുണ്ട് യേശുവിനെ കുറിച്ച്, ക്രൂശീകരണത്തെ കുറിച്ചല്ല. അത്രയും തന്നെ യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ക്രൂശീകരിക്കപ്പെടുമ്പോൾ യേശു പറയുകയാണ്, ഈ ദിവസം ആര് കണ്ടു? അബ്രഹാം കണ്ടു. എവിടെയാ? ഇസഹാക്കിന്റെ മോരിയ മലയിൽ ഇസഹാക്കിന്റെ പകരം കർത്താവ് ആട്ടുകൊറ്റനെ കൊടുത്തപ്പോൾ യേശു തന്നെ പറയാണ്, അബ്രഹാം ഈ ദിവസം കണ്ട് സന്തോഷിച്ചു. അപ്പൊ എത്ര കാലഘട്ടത്തിന് മുമ്പാ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തം ലഭിച്ചത്. എന്നാൽ കാലം സെറ്റ് ടൈം ആയപ്പോൾ കർത്താവ് തന്റെ പുത്രനെ ഭൂമിയിൽ അയച്ചു. ദൈവം നമ്മുടെ ലൈഫിന്റെ അകത്ത് ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു, ഡോണ്ട് വറി, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വ്യാകുലപ്പെടണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ ഒന്നിനെയും കൂട്ടിമുട്ടിക്കാൻ കിടന്ന് തത്രപ്പാട് പടണ്ട. അവന് ഒരു സമയമുണ്ട്, ആ സമയത്തിന് ഇതെല്ലാം തന്നെ വരും.
തന്നെ വരും. അതാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി കാലവും നമ്മുടെ ലൈഫിന്റെ അകത്ത് കർത്താവ് ഈ ദൈവികമായ സമയത്തെ നമ്മുടെ ലൈഫിൽ നിന്നും മിസ്പ്ലേസ് ആക്കുക എന്നുള്ളത് മാത്രമാണ് സാത്താന്റെ തന്ത്രം. ഞാൻ ഒരു ഉദാഹരണം പറയാം. there is a perfect plan of God, there is an alternative plan of God. നിങ്ങളത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. ദൈവത്തിന് ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്, ഒരു ആൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അടുത്ത യൂട്യൂബിന്റെ അകത്തൊന്നും ഞാനായിരിക്കും അടുത്ത വലിയ പുള്ളി. ബൈബിളിന്റെ അകത്ത് അങ്ങനെ ഉണ്ട്. ദൈവത്തിന് 2 പ്ലാനൊക്കെ ഇല്ലെന്നൊക്കെ പറയും നമ്മൾ, പക്ഷെ ഉണ്ട്. ആദമിനെ അവയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ, ആദം അവയെ സൃഷ്ടിച്ചപ്പോൾ പിശാച് വന്ന് അവയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പഴം തിന്നും നാളിൽ. എല്ലാരും പറഞ്ഞ നിങ്ങൾ ഈ പഴം തിന്നും നാളിൽ. അപ്പൊ തിന്നും നാളിൽ എന്ന് എന്താ അവൻ ഉദ്ദേശിച്ചത്? ഈ നമ്മളെ ചില ഹിന്ദിക്കാർ പിള്ളേരെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബൈബിളിലെ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് വരുമ്പോഴത്തേന് വളരെ രസകരമായ ചോദ്യമായിരിക്കും. ഭയ്യ അഗർ परमेश्वर को देना ही नहीं है तो बनाया क्यों? परमेश्वर बनाया देने के लिए बनाया. കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കർത്താവ് സൃഷ്ടിച്ചത്. ദൈവം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഫലം സൃഷ്ടിച്ചത്. കർത്താവ് പഴം ഉണ്ടാക്കിയത് കൊടുക്കാൻ വേണ്ട, പക്ഷെ ദൈവത്തിന് കൊടുക്കാൻ ഒരു സമയമുണ്ടായിരുന്നു. പിശാചും അത് തന്നെയാ പറഞ്ഞത്. അവനും കള്ളത്തരല്ല പറഞ്ഞത്. നമ്മൾ പലപ്പോഴും പിശാചിനെ കള്ളനാക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് നമ്മളൊരു അച്ചായൻ ആരാധനയ്ക്ക് പോകാതെ കിണറ്റിന്റെ ചോട്ടിൽ കൈയും കൊടുത്തിങ്ങനെ മൂട്ടി കൈയും കൊടുത്തിരിക്കുവായിരുന്നു. അപ്പൊ പിശാച് വന്നു. പിശാച് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ചർച്ചയിൽ പോയില്ലെന്ന് ചോദിച്ചു. ഇവന് ഭയങ്കര അതിശയം, വേണ്ട പിശാച് ഒരു ചർച്ചയിൽ പോയില്ലെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞോട്, നീ സന്തോഷിക്കേണ്ടവനല്ലേ, ഞാൻ ചർച്ചയിൽ പോയിരുന്നെങ്കിൽ സന്തോഷമല്ലോ ഉണ്ടാകട്ടെ, നീ എന്തോ എന്നോട് ചർച്ചയിൽ പോയില്ലെന്നൊക്കെ ചോദിക്കുന്നത്. അവൻ പറഞ്ഞു, മര്യാദ ചർച്ചയിൽ പോകണം, ഓടാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ചോദിച്ചു, എടാ ഞാൻ ചർച്ചയിൽ പോകാതിരിക്കുമ്പോൾ സാധാരണ നീ സന്തോഷിക്കണ്ടല്ലേ, നീ എന്തിനാ എന്നെ ചർച്ചയിൽ പോകാൻ പറഞ്ഞു? അവൻ പറഞ്ഞു, മര്യാദ ചർച്ചയിൽ പോക്കണം. നീ ഇവിടെ കിണറ്റിന്റെ അവിടെ കൈയും കൊടുത്തു നിന്ന് വെല്ലം തെറ്റി കിണറ്റി വീണ് ചത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ചർച്ചയിൽ പോകാത്തോണ്ട് പിശാചാണ് ഒന്നെന്ന് പറഞ്ഞ് എല്ലാം എന്റെ പേര് വരുന്നു. അപ്പൊ അതോട് പറഞ്ഞു, ചുമ്മാ എന്റെ പേര് ദോഷം വരുത്താതെ മര്യാദ ചർച്ചയിൽ പോടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ സാഹചര്യം ശരിയാകാതെ വന്ന ഉടനെ എല്ലാം പിശാചന്മാരെ കടിച്ചു കയറ്റും. സത്യത്തിൽ അവയോട് കള്ളമൊന്നല്ല പറഞ്ഞു, ആ സത്യം തന്നെയാ പറഞ്ഞത്. അവൻ പറഞ്ഞത് നിങ്ങളുടെ കണ്ണ് തുറക്കും. സത്യമാണ്, അത് ദൈവം ആ പഴം കഴിച്ച് നന്മ തിന്മ അറിയാനുള്ള കണ്ണ് തുറക്കും. പക്ഷെ അവൻ പറഞ്ഞപ്പോഴും അത് തന്നെയാ പറഞ്ഞത്, നിങ്ങൾ തിന്നും നാൾ എന്ന് പറഞ്ഞാൽ തിന്നും നാളെന്ന് അവൻ ഉദ്ദേശിച്ചത് ദൈവം കൊടുക്കുവാനിരുന്നൊരു സമയമാണ്. നമ്മുടെ അമ്മാമ്മയാണ് തീരുമാനിച്ചത് ഇന്നാണ് ദിവസം. ഇവിടെയാണ് എല്ലാവരുടെ പ്രശ്നം. കർത്താവ് ഈ വർഷം നിങ്ങൾക്ക് ഒരു ഭവനം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പുറകെ കിടന്ന് ഓടുന്ന ഓട്ടം, ലോണ്, പ്രശ്നം, ബഹളം, ഇതെല്ലാം ഉണ്ടാക്കി ലോൺ വാങ്ങിച്ച് കർത്താവെ ദൈവം ഞങ്ങൾക്ക് ഒരു വീട് നൽകി തന്നു എന്നെല്ലാം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? സാക്ഷിയൊക്കെ പറയും. എന്നിട്ട് ഒരു 5-6 മാസം 1 വർഷം ലോൺ അടയ്ക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ആര് വാങ്ങിക്കാൻ പറഞ്ഞു? നമ്മുടെ ഈ പിള്ളേരെ കാണിക്കുന്നവര് 10,000 ശമ്പളം കിട്ടി തുടങ്ങുമ്പോഴേ 1.5 ലക്ഷം രൂപയുടെ ഫോൺ EMI വാങ്ങിക്കും. ആര് വാങ്ങിക്കാൻ പറഞ്ഞു? എന്തിനു വാങ്ങിക്കാൻ പറഞ്ഞു? എടാ ദൈവം വീട് തരുന്ന പറഞ്ഞാൽ ദൈവം തരും. ദൈവം തരുന്ന പറഞ്ഞാൽ ദൈവം തരും. ലോൺ എടുത്ത് വാങ്ങിക്കാൻ ദൈവം പറഞ്ഞോ? ലോൺ എടുത്ത് വാങ്ങിക്കുന്നതിന്റെ അകത്ത് ദൈവത്തിന് എന്താ പ്രവൃത്തിയുള്ളത്? നിങ്ങൾ പറഞ്ഞു. നിങ്ങളെല്ലാം വിശ്വാസികളാണല്ലോ. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, സോറി. ദൈവം തരും എന്ന് പറഞ്ഞാൽ ദൈവം തരും. നമ്മൾ ഈ ലോൺ എടുത്ത് വാങ്ങിച്ച് കഷ്ടപ്പെട്ട് അടയ്ക്കുന്നതിന്റെ അകത്ത് ദൈവത്തിന് എന്താ മഹത്വമുള്ളത്? അത് നമ്മൾ ധൈര്യത്തോടെ നമ്മൾ പറഞ്ഞത്, കർത്താവ് ഞങ്ങൾക്ക് കൃപയാൽ വീട് തന്നേ. നിങ്ങൾക്ക് കർത്താവാണ് വീട് തന്നേ. സത്യത്തിൽ ബാങ്കുകാരനല്ലേ വീട് തന്നേ. ആർച്ചിലേക്ക് നാളെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ കർത്താവിന് ദൂഷ്യം പറയും. എനിക്ക് എന്റെ വിവാഹ സമയമായപ്പോ എനിക്ക് ആലോചന വന്നപ്പോൾ എനിക്ക് ഏകദേശം ഞാൻ ഒരൊറ്റ പെണ്ണെ കയറി കണ്ടുള്ളൂ, ഉറപ്പിച്ചു, കല്യാണം കഴിച്ചു. ഞാൻ അങ്ങനെ കൂടുതൽ പെണ്ണൊന്നും കാണാൻ പോയിട്ടില്ല. എന്റെ പെണ്ണ് നോക്കാൻ പോയതല്ല എന്റെ അപ്പനും അമ്മയുമായിരുന്നു. പക്ഷെ അങ്ങനത്തെ സാഹചര്യത്തിനകത്ത് ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപോലില്ലായിരുന്നു. പക്ഷെ എൻഗേജ്മെന്റ് വരെയൊക്കെ ഏകദേശം സംസാരമൊക്കെ ആയി. എന്നിട്ട് ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടില്ല, സംസാരിച്ചില്ല. അപ്പം ആ സമയത്ത് 2010 കാര്യം. ഓക്കെ. അപ്പൊ ആ പെണ്ണിന്റെ അപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് എല്ലാം ഓക്കെ ആണ്, പക്ഷെ നിങ്ങളുടെ ഫാമിലി നിന്റെ സാഹചര്യവും ജോലിയും കാര്യങ്ങളും എല്ലാം ഭയങ്കരമാണ്, സെറ്റപ്പാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, എന്റെ കുടുംബക്കാർക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു വീടില്ല, അതാണെന്ന് പറയും. ഞാൻ ചുമ്മാ അടിച്ചു വിട്ടു. ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു 10-12 വർഷമായി ഡൽഹി വന്നിട്ട് എനിക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഞാനൊരു 16 ലക്ഷം വീട് വാങ്ങിച്ചാൽ പോരെ.
നമ്മുടെ അക്കൗണ്ടിൽ കയറാൻ നമുക്കറിയത്തുള്ളൂ. ഞാൻ എന്നാലും അടിച്ചുവിട്ടാ അതും കൂടെ അച്ഛനങ്ങ് ഭയങ്കര സന്തോഷം. അയ്യോ മോനെ അങ്ങനെ ആണെങ്കിൽ വേറെ പറയാനൊന്നുമില്ല, ഒരു കുടുംബക്കാരനാണെങ്കിലും ഒന്നും പറയാനില്ല, അത് എത്ര അങ്ങനെ ചെയ്യുന്ന അതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാന് അടുത്ത ആഴ്ച വീട് വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് 3 വർഷം കഴിയുമ്പോൾ വീട് വിറ്റ് കളയും, പെണ്ണിന് തിരിച്ചു വിളിച്ചോണ്ട് പോക്കോളാം ചോദിച്ചു. അന്ന് ഫോൺ കട്ട് ചെയ്ത പിന്നെ ആലോചന ഏത് വഴി പോയെന്ന് പോലും അറിയത്തില്ല. ഈ ഞാൻ പറഞ്ഞ കാരണം നിങ്ങൾ ഈ ഉള്ള വീടും കൂടും കണ്ടിട്ടൊന്നും എനിക്ക് പെണ്ണ് തരണ്ട, എന്റെ കൂടെ ജീവിക്കാൻ എനിക്കൊരു പെണ്ണ് തന്നാൽ മതി. കാരണം ഇന്നുള്ളത് നാളെ ഇല്ലെന്നിരിക്കും, ഇന്നില്ലാത്തത് നാളെ ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് ഈ ഉള്ളത് കണ്ടിട്ടൊന്നും ഒരുത്തിന്റെ പുറകിലും ഒരാളുടെ പുറകിൽ പോവുകയും ചെയ്തു. ഈ എന്റെ ഭാര്യയുടെ എന്റെ ഭാര്യയുടെ എന്റെ പപ്പയും പാസ്റ്ററാണ്, എന്റെ ഭാര്യയുടെ പപ്പയും പാസ്റ്ററാണ്. പക്ഷെ അവളുടെ പപ്പ കൊച്ചിലെ മരിച്ചുപോയി. പുള്ളിക്കാരൻ ഇങ്ങനെ സുവിശേഷ വിലക്കൊക്കെ ഇറങ്ങിപ്പോയി. രാവിലെ സോപ്പ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ 2 മാസം കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നത്. ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ മലയിൽ പോയി പ്രസംഗിച്ചിട്ട് ജീവനോട് ഉണ്ടോ ഇല്ലെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അങ്ങനെ അവളുടെ കൊച്ചു പ്രായത്തിൽ അപ്പം മരിച്ചുപോയി. അതുകൊണ്ട് അവളുടെ അമ്മ വളർത്തിയപ്പോൾ മമ്മിയും ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. പക്ഷെ മമ്മി വളർത്തിയപ്പം 2 പേരോട് പറഞ്ഞ വളർത്തി. 2 പെമ്പിള്ളേരാണ്, 2 പേര് പറഞ്ഞു വളർത്തി, ചത്താലും പാസ്റ്റർമാരെ കല്യാണം കഴിക്കരുത്. ആ വാശിക്ക് അമ്മ പോയി എന്ത് ചെയ്തു, സ്കൂളിൽ പോയി ക്രിസ്ത്യാനിയുടെ പേരെല്ലാം മാറ്റി ഹിന്ദുക്കളുടെ പേരാക്കി കൊടുത്തു. പല സംഭവങ്ങളൊക്കെ നടന്നു. അവസാനം അവളുടെ അനിയത്തി കല്യാണം കഴിച്ചത് ഒരു ഓട്ടോ ഡ്രൈവറിനെയാണ്. പക്ഷെ ഇന്ന് അവൻ ആസാമിലൊരു മിഷണറിയാണ്. സാറിനൊക്കെ ചിലപ്പോ അറിയുമായിരിക്കും, ജിബു എന്നൊക്കെ പറഞ്ഞു, ഒരു അനിയത്തിന്റെ ഹസ്ബൻഡ്. അവനിപ്പോ ഒരു മിഷണറിയാണ്. ഞാൻ നല്ലൊരു കമ്പനിക്കകത്ത് മാന്യമായ ഒരു CEO ആയിട്ട് ജോലി ചെയ്തിരുന്നില്ല. ഇപ്പൊ ഞാൻ എല്ലാം വിട്ട് ഞാനും ശുശ്രൂഷയില്ല. അപ്പൊ ഞാൻ ഈ പോകുന്നിടത്തൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് ദൈവവേലയുടെ വിളി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പാസ്റ്റർമാരെയെ കല്യാണം കഴിക്കാവുള്ളേ. ഞങ്ങളുടെ ജീവിതത്തെ എന്തിനാ കട്ടപ്പുകയാക്കുന്നത്? നിങ്ങൾ വേറെ ആരെ കല്യാണം കഴിച്ചാൽ ഉള്ളതെല്ലാം വിട്ടിട്ട് ഞങ്ങളും കൂടെ ദൈവവേലയ്ക്ക് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ച് പാസ്റ്റർമാരെ തന്നെ കല്യാണം കഴിച്ചാൽ അവരും നന്നായിട്ടിരിക്കും, നിങ്ങൾക്ക് ശുശ്രൂഷകൾ വെളിപ്പെടും. അപ്പൊ നമ്മുടെ ലൈഫിന്റെ അകത്ത് ഈ പറ്റുന്ന ഒത്തിരി അബദ്ധങ്ങളാണ്. എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടേതായ സമയത്തും നമ്മുടേതായ ചിന്താഗതികളൊന്നും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെതായ രീതികളിൽ ദൈവത്തിൻ്റെതായ സമയത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉൽപ്പത്തിയിൽ വിശാച് പറഞ്ഞത് നിങ്ങൾ തിന്നും നാളെന്നാ പറഞ്ഞ ആ ഒരു നാൾ, ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ദിവസം വരെ അവർ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ദൈവത്തിന് ഒരു പെർഫെക്റ്റ് വില്ലുണ്ടായിരുന്നു. ശരിയല്ലേ? നിങ്ങൾ നോക്കിക്കേ, അവ തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ കാണുന്ന ലോകമായിരിക്കുമായിരുന്നോ? നോ, നമുക്ക് അറിയത്തുമില്ല. പക്ഷേ തെറ്റ് ചെയ്തത് കൊണ്ട് ആ പെർഫെക്റ്റ് പ്ലാനിൽ നിന്നും ഏത് പ്ലാനിലേക്ക് അവർ മാറി? ആൾട്ടർനേറ്റീവ് പ്ലാനിലേക്ക് മാറി. ഞാൻ നിങ്ങളോട് ഈ രാത്രി കാലം നിങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വചനവും ദൂതങ്ങളും ഒന്നും അല്ലായിരിക്കും തരുന്നത്. പക്ഷെ വളരെ ശക്തമായി ഞാൻ എന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, 2026 ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന്റെ പെർഫെക്റ്റ് പ്ലാനിൽ നിന്നും നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണം ആൾട്ടർനേറ്റീവ് പ്ലാനിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വർഷം ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് നിന്റെ സമയം എന്റെ ലൈഫിൽ തെറ്റരുത്. സമയത്തിന്റെ മുമ്പിലും ഒന്നും എന്റെ ലൈഫിൽ ഉണ്ടാകരുത്, സമയം കഴിഞ്ഞിട്ടും ഉണ്ടാകരുത്. സമയത്ത് തന്നെ സംഭവിക്കണം. വിവാഹം സമയത്ത് തന്നെ സംഭവിക്കണം. വീട്, ഭവനങ്ങൾ, ജോലികൾ എല്ലാം സമയത്ത് തന്നെ സംഭവിക്കണം. ഞാൻ പല കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പിള്ളേരെ, നിങ്ങൾക്ക് കല്യാണ ആലോചനകൾ വന്നു തുടങ്ങുമ്പോൾ നിനക്ക് പണമുണ്ടോ, വീടുണ്ടോ, കൂടുണ്ടോ എന്നുള്ളത് ഒന്നുമല്ല. അത് ദൈവത്തിന്റെ സമയമാണെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തോണം, വിവാഹം കഴിച്ചോണം. ദയവ് ചെയ്ത് ഇനി 2 വർഷം പോകട്ടെ, ജോലി ഉണ്ടാകട്ടെ, വീട് പണിയട്ടെ, അപ്പന് വീട് പണിത് കൊടുക്കാം, അമ്മയ്ക്ക് വീട് പണിത് കൊടുക്കാം, സെറ്റിൽ ആയിട്ട് വരാം, ഒറ്റ കാരണം പറഞ്ഞു പോരുത്. അങ്ങനെ സമയം തെറ്റിച്ചതെല്ലാം ഇന്നും കിടപ്പുണ്ട് നരച്ച്. എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു, 10-20,000 പിള്ളേർ നമ്മുടെ ഡൽഹി ചർച്ചിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഫോറിൻ കൺട്രി പോയിട്ടുണ്ട്. എത്രയോ പിള്ളേർ, നല്ല സൗന്ദര്യമുണ്ട്. പാസ്റ്ററെ, ഞാൻ ഈ 1 വർഷം കൂടെ കഷ്ടപ്പെട്ടെങ്കിൽ ജോലി ചെയ്ത് UK പോയി കഴിഞ്ഞാൽ അപ്പനമ്മയൊക്കെ സെറ്റിൽ ആകും, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കാം. നല്ല സൗന്ദര്യമുണ്ട്, UK-ലാണ്, പണമുണ്ട്, പദവിയുണ്ട്, വീടും കൂടും കാറും ഉണ്ട്. 38-40 വയസ്സായിട്ട് കല്യാണം നടക്കുന്നില്ല. 2ാം ഘട്ടങ്ങളിൽ കിട്ടിയാൽ മതി ഇപ്പം ചോദിക്കുന്നത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ പ്രൊഫൈൽ വേണം ഞാൻ അയച്ചുതരാം. ആരെങ്കിലും ഉണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത്. വളരെ കാരണം അറിയുമ്പോ നമ്മൾ ഈ ദൈവത്തിന്റെ സമയത്തിന്റെ അകത്തേക്ക് നമ്മളങ്ങ് ഇടപെടും.
നമ്മുടെ വിചാരം നമ്മൾ എന്തോ 1 വർഷം 2 വർഷം ജോലി കഴിഞ്ഞാൽ ഈ ലോകത്തെ നമ്മൾ മറിക്കുന്ന. നോ, നമ്മുടെ സമയം, നമ്മുടെ അനുകൂലതയും നമ്മുടെ സെറ്റപ്പും കണ്ടിട്ടല്ല ദൈവത്തിന്റെ സമയം തീരുമാനിക്കുന്നത്. എന്റെ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എന്റെ ലൈഫിന്റെ അകത്ത് എന്റെ വിവാഹം അടുത്ത് വന്നപ്പോഴത്തേന് വിവാഹത്തിന്റെ 1 മാസം എന്റെ ജോലി പോയി. 1 മാസത്തിന് മുമ്പ് ജോലി പോയി. എന്റെ പൊന്നെ, എനിക്കുണ്ടായ കാരണം എന്റെ 17ാമത്തെ വയസ്സ് മുതൽ എന്റെ വീട്ടിൽ അധ്വാനിക്കുന്ന ഞാൻ ഒറ്റ ഒരുത്തന്. 2 അനിയന്മാരെ പഠിപ്പിച്ചു. അപ്പൻ ആ തമ്മിൽ ഫുൾ ടൈം മിനിസ്റ്ററിലായിരുന്നു. ഞാൻ കോളേജിൽ പോവുകയും, ബൈബിൾ കോളേജ് അല്ലായിരുന്നു, സെക്യുലർ കോളേജിൽ പഠിക്കുകയും അതേ സമയത്ത് ചർച്ച് നടത്തുകയും അതേ സമയത്ത് രാത്രി ചെന്ന് ഞാൻ ജോലി ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 17 വയസ്സ് മുതൽ ഞാൻ ജോലി ചെയ്താണ് എന്റെ കുടുംബത്തെ, എന്റെ ഒറ്റ ഒരുത്തിന്റെ ഇൻകമിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്റെ ലൈഫിന്റെ അകത്ത് ഒരു സാഹചര്യത്തിന്റെ അകത്ത് ഇന്ന് വരെയും എനിക്കൊരു കുറവുണ്ടെന്നുള്ളത് എന്റെ ഭാര്യയോ എന്റെ അപ്പനമ്മയോ ആരും അറിഞ്ഞിട്ടുമില്ല, അറിയത്തുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. നരകത്തിൽ കൊണ്ടുപോയിട്ട് എന്റെ അപ്പം വിളിച്ചിട്ട് എന്നോട്രമോന്ന് ചോദിച്ചാൽ പറഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു ഞാൻ പറയും. ഈ തലവേദന വരും മുടന്നു വിളിച്ചു, എന്റെ അപ്പ തലവേദന, എന്റെ അപ്പ ഇവിടെ അങ്ങനെ പറഞ്ഞ് അവരെ വിഷമിക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ അങ്ങനെയാ പഠിച്ചു വന്നേക്കുന്നത്. കാരണം അവര് സന്തോഷിപ്പിക്കാൻ കാരണം നമ്മൾ ഇവിടെയൊക്കെ വന്ന് അത്ര കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും അവരെ സന്തോഷിപ്പിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ വയ്യാതെ കിടന്ന് 104, 105 ഡിഗ്രി ടെമ്പറേച്ചർ വന്ന് പനി വന്നാലും കിടന്നു പോയാൽ മാത്രം എന്റെ വീട്ടുകാർ അറിഞ്ഞാലേ ഉള്ളൂ, അല്ലാതെ ഞാൻ പറയത്തില്ല. ഇപ്പൊ ഞാൻ ഈ ജോലി പോയ കാര്യമൊന്നും പറഞ്ഞില്ല. 2-3 മാസം, സത്യം പറഞ്ഞില്ല 1 മാസം ഒന്നുമില്ല, 3-4 മാസം അങ്ങ് ജോലിയിലൊക്കെ പോയി. വിവാഹം ആ സമയമൊക്കെ അടുത്ത് വന്നു. ഞാൻ ചെയ്ത് കർത്താവ് ഈ വിവാഹ സമയം വന്നപ്പം കല്യാണം നടക്കുന്നില്ല. ഈ സമയം വന്നപ്പോഴത്തേനും ജോലിയില്ല, എന്തോ ചെയ്യുന്നത്. ഞാൻ എല്ലാ മാസവും എന്റെ വീട്ടിനകത്ത് റൂമിനകത്തുള്ള ഓരോ സാധനം വിറ്റ് അപ്പനോട് പൈസ അയക്കും. ജോലി ഉള്ളതുപോലെ അങ്ങ് പൈസ അയച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവരും ഇതായിരുന്നു മൈൻഡ് ചെയ്തില്ല. ഞാൻ ഇവിടുന്ന് എന്റെ കല്യാണത്തിന് പോകുമ്പോൾ എന്റെ പോക്കറ്റിൽ വെറും 600 രൂപ. എന്റെ ലൈഫിന്റെ അകത്തൊരു 100 കണക്കിന് സാക്ഷികളുണ്ട്. ഞാൻ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ പറയാറില്ല. ദൈവവചനം ശുശ്രൂഷിക്കുന്ന സമയം വചനം മാത്രം ശുശ്രൂഷിക്കാറുള്ളൂ. പക്ഷെ എന്തെങ്കിലുമൊക്കെ സാക്ഷ്യം ദൈവം എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം അത് നിങ്ങളോടുള്ള ദൈവികമായ ദൂതാണ്. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് കർത്താവ് അങ്ങനത്തെ ചില മേഖലകൾ ഓപ്പൺ ചെയ്യുന്നുള്ളതിന്റെ തെളിവാണ്. ധൈര്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ രാത്രികാലം എവിടെയൊക്കെ ചില മരണത്തിന്റെ ഭയം മാറുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ 4ാമത്തെ ലൈഫാണിത്. ഞാൻ 3 പ്രാവശ്യം മരണത്തിന്റെ കോർണർ വരെ ചെന്നിട്ട് തിരിച്ചു വന്ന 4ാമത്തെ ലൈഫാ. ഇന്ന് കർത്താവ് ആരുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് ഒരു ലൈഫിനെ ദൈവം റെസ്റ്റോർ ചെയ്യുകയാണ്. ചില മരണഭീതികൾ എടുത്തു കളഞ്ഞ് കർത്താവ് ചില റെസ്റ്റോറേഷൻ അസാധാരണമായ കുടുംബത്തിന്റെ അകത്ത് യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിഴല് പോലെ നിന്റെ പുറകെ നടക്കുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ചില മരണത്തിന്റെ കണ്ണികളെ ഇന്ന് രാത്രികാലം നസ്രനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് അഴിക്കുന്നു. വിട്ടുപോ സാത്താനെ. നീ 2026 നിനക്കൊന്നും സംഭവിക്കത്തില്ല. ആമേൻ. വാഗ്ദത്തം ചെയ്ത ദൈവം സമയത്ത് നിന്റെ ലൈഫിൽ ചില പൂർത്തീകരണങ്ങൾ വരുത്തും. എവിടെയൊക്കെയോ നിന്റെ ലൈഫിന്റെ അകത്ത് കൺഫ്യൂഷനുകളെ കൊണ്ടുവന്ന്, നിന്റെ അകത്ത് നിരാശകളെ കൊണ്ടുവന്ന് നിന്നെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്ന ചില ശത്രു മണ്ഡലങ്ങളെ ഇന്ന് രാത്രികാലം പരിശുദ്ധയാത്മ അഴിച്ചു മാറ്റുകയാണ്. ഇന്ന് വരെ ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇനി ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. നിന്റെ ലൈഫിൽ കർത്താവിന് ഇനിയും പ്രവർത്തിക്കുവാൻ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. ഇന്ന് നീ ഓൺലൈൻ്റെ മീറ്റിംഗിന്റെ അകത്ത് നീ കേറിയത് നീ കേറാതിരിപ്പാൻ പല പ്രാവശ്യം നിനക്ക് തടസ്സമുണ്ടായിട്ടും എന്നാൽ ചുമ്മാ കേറിയേക്കാന്ന് പറഞ്ഞ് നീ കേറിയതല്ല. ഇന്ന് രാത്രികാലം മരണ കണ്ണികൾ കർത്താവ് നിന്റെ കുടുംബത്തിന്റെ അകത്തിരുന്നോ. വിശേഷാൽ എനിക്കറിയത്തില്ല, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഭവനത്തിന്റെ അകത്തല്ല, നിങ്ങളുടെ ദൂരത്തിലുള്ള ഭവനത്തിന്റെ അകത്ത് ചില മരണക്കണ്ണികളെ സ്വർഗം അഴിക്കുന്നു. ചില മരണ രോഗങ്ങളെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ അഴിച്ചുവിടുകയാണ്. ചില തലമുറകളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ കൂടെ നിന്റെ ഫോൺ കോളിലേക്ക് ഇന്ന സംഭവിച്ചു അന്നത് സംഭവിച്ചു എന്ന് പറഞ്ഞ് നിന്നെ കൂടെ വിളിച്ച് നിന്റെ ലൈഫിന്റെ അകത്ത് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചില ഫോൺ കോളുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. ഒരു അസാധാരണമായ വിടുതൽ, സൗഖ്യം ഇന്ന് രാത്രികാലം സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നമ്മുടെ ലൈഫിന്റെ അകത്ത് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ സാഹചര്യം കണ്ടിട്ടില്ല, അവന്റെ സമയത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ഡൽഹിയിൽ നിന്ന് ഞാൻ എന്റെ വിവാഹത്തിന് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എന്റെ പോക്കറ്റിൽ വെറും 600 രൂപയുള്ളൂ. 600 റുപ്പീസുമായിട്ടാണ് ഞാൻ പോകുന്നത്. എന്റെ ചർച്ചിന്റെ അകത്തൊരു സഹോദരൻ എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നു. അങ്ങനെ കല്യാണത്തിന് ഞാൻ ഇവിടുന്ന് എന്റെ ഫ്ലൈറ്റിൽ ഞാൻ പോവുക. 600 രൂപയിലും
300 ഞാൻ ഫ്ലൈറ്റിൽ ആൾറെഡി ഫുഡ് കഴിച്ചു. നല്ല വിശപ്പായിരുന്നു. ഫുഡ് കഴിച്ചു. കോയമ്പത്തൂർ ചെന്ന് ഇറങ്ങി. അവിടെ നിന്ന് 150 രൂപ ക്യാബിന് ഞാൻ വീട്ടിൽ ചെന്നു. 4 മണിയായപ്പോ വീട്ടിൽ ചെല്ലുമ്പോൾ അനിയനും മമ്മിയും പപ്പ എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഭയങ്കര തിരക്കിട്ട് ഒരുക്കം. അപ്പം ഞാൻ ചോദിച്ചു അനിയനോട്, ചേട്ടാ എന്തുവാടാ എവിടെ പോകാൻ ഒരുക്കുന്നത്? പറഞ്ഞു, എടാ നീ വരെ കാത്തിരിക്കും, നിന്റെ കല്യാണമല്ലേ, ഷോപ്പിങ്ങിന് പോകണ്ടേ, ഡ്രസ്സ് വാങ്ങിക്കാൻ പോകണം. അപ്പൊ ഞാൻ എന്റെ വിചാരം അപ്പൻ എവിടുന്നോ കോൾ അടിച്ചു. ഞാൻ ചിലപ്പം വല്ല പെൺ വീട്ടുകാരെ കൊടുത്ത് കാണുമായിരിക്കും. അതുകൊണ്ടെല്ലാം ഷോപ്പിംഗ് പോലെ ഒരുങ്ങുന്ന എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ചിന്തിച്ചു. അവസാനം അവരെല്ലാം ഒരുങ്ങി, ഞാനും ഒരുങ്ങി. ക്യാബ് ബുക്ക് ചെയ്തു. ക്യാബ് എല്ലാം ബുക്ക് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് ക്യാബിൽ കയറി ഷോപ്പിംഗ് മോളിൽ വന്ന് ഇറങ്ങി. ഷോപ്പിംഗ് മോളിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അപ്പനോട് പറഞ്ഞപ്പോ പൈസ കൊടുത്തേക്കാൻ പറഞ്ഞു. എന്റെ കയ്യിലോടുന്ന പൈസ നീ കൊടുത്തേക്കാൻ പറഞ്ഞു. ഈ അപ്പൻ എന്നോട് ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. ഞാൻ വിചാരിച്ച അപ്പന്റെ കയ്യിലുണ്ടെന്ന്, അപ്പൻ വിചാരിച്ച് ഡൽഹിയിൽ നിന്ന് മോൻ വന്നല്ല അവന്റെ കയ്യിലുണ്ടെന്ന്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ലെന്നായിരുന്നു. എന്റെ പപ്പ ഭയങ്കര മിലിറ്ററി ചിട്ടയിലൊക്കെ ഞങ്ങൾ വളർത്തും. അതുകൊണ്ട് ഞങ്ങൾ ഒരിച്ചിരി ഡിസ്റ്റൻസിൽ നിൽക്കത്തുള്ളൂ. ആവശ്യം വരുമ്പോൾ മാത്രമേ സംസാരങ്ങളുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ നടന്ന സംഭവമാണ്. ഞാൻ ആ മോളിൽ 5:30 മണി 6 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ആ മോളിന്റെ വാതിക്കൽ ഇറങ്ങി. അതിനകത്ത് അനിയനും മമ്മിയും എല്ലാം ആൾറെഡി കയറി, ഷോപ്പിംഗ് മോളിൽ കയറി, പപ്പയും കയറി. എന്റെ ലൈഫിന്റെ അകത്ത് ഞാൻ അങ്ങനെ ഈ കരയുന്ന കൂടുതലൊന്നുമില്ല. ഒരു ചെറിയ പ്രായം മുതൽ ഈ കുടുംബമാരൊക്കെ ചുമന്നതുകൊണ്ട് നമ്മൾ ഈ ഇമോഷണൽ ലെവലൊക്കെ ഓവർകം ചെയ്താണ്. പെട്ടെന്ന് കരയത്തൊന്നുമില്ല. ഞാൻ അന്ന് കരഞ്ഞോ ഇല്ലയോ എന്താന്ന് എനിക്കറിയത്തില്ല. ഈ തമിഴ്നാട്ടിലൊക്കെ ഈ മോളിന്റെ ലിഫ്റ്റിന്റെ അകത്ത് ലിഫ്റ്റ് ബോയ് കാണും. നമ്മൾ കയറുമ്പോൾ അവിടെ തന്നെ അവർ ഓപ്പറേറ്റ് ചെയ്ത് തന്നോണ്ടിരിക്കും. അപ്പം ഞാൻ ഒരു 3-4 വട്ടം മുകളിലോട്ട് 4 വട്ടം പോകുക. അപ്പം ലിഫ്റ്റ് ബോയ് ചോദിക്കുക, സാർ എങ്ക സാർ உங்களுக்கு പോണം? ഞാൻ പറഞ്ഞു, പോടാ എങ്കിയാത് പോടാ, ഏണ്ടാ എങ്ങനെയൊക്കെ പോകും. ആകെ ആവലാതി പിടിച്ചിരിക്കുക. ഭയങ്കര അകത്ത് കത്തി കയറുക. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കുക. പൈസ ഇല്ല, 1 രൂപ പൈസ ഇല്ല. ഒന്നാമതും ജോലിയില്ല. ഈ ജോലി സമയത്തൊക്കെ ആണെങ്കിൽ 100 രൂപ 1000 രൂപ ലക്ഷങ്ങൾ ചോദിച്ചാലും കടം തരുന്ന ആൾക്കാരുണ്ട്. കാരണം തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. ജോലി ഇല്ലാത്ത സമയത്ത് ചോദിച്ചാൽ 10 രൂപ പോലും കിട്ടത്തുമില്ലതാണ്. നമ്മുടെ എല്ലാവരുടെ സാഹചര്യങ്ങളൊക്കെയാണ്. ഞാൻ അന്നത്തെ രാത്രി ആ ലിഫ്റ്റിന്റെ അകത്ത് ഒരു ഒറ്റ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ തീരുമാനിക്കാം, ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. നമ്മൾ ഷോപ്പിംഗ് ആയിട്ട് വരും, നമ്മുടെ കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്യാം, എന്തായാലും അക്കൗണ്ടിനകത്ത് പൈസ അല്ല ഡിക്ലൈൻ ആകും. സാർ കാർഡ് ഡിക്ലൈൻ ആയി, എന്തോ പ്രശ്നമാണ്. അവരുടെ മുമ്പിൽ വെച്ച് ഈ കസ്റ്റമർ കെയർ സംസാരിച്ചിട്ട് നിങ്ങൾ സാധനം വെക്കി, ഞാൻ പോയിട്ട് വേറെ ഏർപ്പാട് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് മോളിൽ നിന്ന് ഇറങ്ങി പോവുക. ഇതാണ് എന്റെ പ്ലാൻ. അപ്പനും അറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. എന്തോ കാറിനകത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാനുള്ള പ്ലാനിൽ ഞാൻ വെച്ചിരിക്കുക. ഈ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ അപ്പനമ്മ വന്നിട്ട് പറഞ്ഞു, നിന്റെ എല്ലാ കല്യാണം, നിനക്ക് തുണി എടുക്കണ്ടേ, വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളൂ, പോയേക്കാം. എന്റെ ഫ്ലോറിൽ കയറി എനിക്ക് കോട്ട് സൂട്ടൊക്കെ നോക്കി ഇട്ട് നോക്കി ട്രയലൊക്കെ നോക്കി 8-8:30 മണി രാത്രിയായി കാണും. ഞാൻ ട്രയൽ നോക്കിയിട്ട് ഞാൻ ഊരിട്ട് എന്റെ പാന്റ് എടുത്ത് ഇടുമ്പോൾ എന്റെ മൊബൈൽ വൈബ്രേറ്റ് ആയി. ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ എന്റെ മൊബൈലിന്റെ അകത്ത് ഇത്ര 1000 രൂപ ഇത്ര 100 രൂപ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നു. 8:45. ഞാൻ ചിന്തിച്ച്, കാരണം ഒന്നാം ജോലിയില്ല, കമ്പനി ക്രെഡിറ്റ് ചെയ്യാൻ സാധ്യതയില്ല, വേറെ ആരും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് തരാൻ നമ്മുടെ അക്കൗണ്ട് നമ്പർ ആരും കൊടുത്തിട്ടുമില്ല. ഇനി ആരെങ്കിലും പിള്ളേർ ഞങ്ങളുടെ ഈ പണ്ട് ഓപ്പോസിറ്റ് ജോലി ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ മാസം അവസാനം ആകുമ്പോൾ ഇങ്ങനെ കളിപ്പിക്കും. പണ്ട് ക്രെഡിറ്റ് ആയി മെസ്സേജ് ഒക്കെ എടുത്ത് ക്രെഡിറ്റ് ഇടുന്ന പോലെ മറ്റവൻ അയച്ചു കൊടുക്കും. അങ്ങനത്തെ പരിപാടി ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ വല്ല ആരെങ്കിലും അയച്ചതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇവര് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് എന്റെ സാധനം കൂടെ വാങ്ങിച്ചിട്ട് ബില്ല് അടിച്ചു നോക്കിയപ്പോഴത്തേന് ബില്ലിൽ വന്ന അമൗണ്ടും എനിക്ക് ക്രെഡിറ്റ് ആയ അമൗണ്ട് രണ്ടും ഒന്ന്. 14 വർഷമായി എനിക്ക് ഇന്നും അറിയത്തില്ല ആരാ പൈസ ഇട്ടെന്നുള്ളത്. അന്ന് ദൈവത്തിനോട് ഞാൻ ചോദിച്ചു. ദൈവം പറഞ്ഞു, എടാ ദൈവത്തിന്റെ സമയം വരുമ്പോൾ, കർത്താവിന് വേണ്ടി സമയത്തിന് മുമ്പിൽ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ, സമയം വരുമ്പോൾ അത് ദൈവം നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ദൈവം പ്രവർത്തിക്കുമ്പോൾ ആ മഹത്വം ഒരൊറ്റ മനുഷ്യൻ ദൈവം കൊടുക്കാൻ സമ്മതിക്കത്തില്ല. നാളെ ഒരിക്കലും നീ അധ്വാനിച്ചിട്ടാണ് നിന്റെ കല്യാണം നടന്നത് നീ പറയരുത്, ഇത് ഞാൻ നടത്തും. നിങ്ങൾക്കറിയാമോ, ഏറ്റവും മാന്യമായ രീതിയിൽ ഞങ്ങളുടെ ഡൽഹിയിൽ ഞങ്ങളുടെ സീനിയർ പാസ്റ്ററിന് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. അവർ പുള്ളിക്കാരൻ വന്നു, ശുശ്രൂഷിച്ചു. എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞത്, എന്റെ ലൈഫിന്റെ അകത്ത് റോണ് ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് കല്യാണ ശുശ്രൂഷയ്ക്ക് പോകുന്നതാണ്, എനിക്ക് നീ തന്ന ഒരു ഓഫറിങ് ഇന്നവരെ ഒരുക്കും തന്നിട്ടില്ലെന്ന് പറഞ്ഞു. അത്ര മാന്യമേറെ ഓഫറിങ് കൊടുക്കത്തക്ക രീതിയിൽ ഞാൻ പറയട്ടെ, എന്റെ ലൈഫിന്റെ അകത്ത് ഒന്നുമില്ലാതെ പൊട്ടി പോളിഷായി നിൽക്കുമ്പോൾ 1 രൂപ പോലും അക്കൗണ്ടിലില്ലായിരിക്കും മാന്യമായ രീതിയിൽ സ്വർഗം നടത്തി. ഇന്ന് രാത്രി കാലം ചിലർക്ക് കർത്താവ് അങ്ങനത്തെ വാതിൽ തുറക്കുന്നു. ദൈവത്തിന്റെ സമയം അടുക്കുമ്പോൾ നിന്റെ ഇല്ലായ്മകൾ നടുവിലാണ് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കാരണം അവിടെ ദൈവമാണ് മഹത്വം എടുക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? എവിടെയൊക്കെയോ ചില
ടൈം കർത്താവ് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഈ പറഞ്ഞ സാക്ഷ്യം, ഈ പ്രവചന ശബ്ദം നിങ്ങൾ ഏറ്റെടുത്തോ. 2026 അടുത്ത ചില മാസക്കാലമാകും കർത്താവ് നിങ്ങളോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളെ നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ കാണും. ഇതിന്റെ അകത്ത്, ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നിങ്ങൾ സാക്ഷി പറയത്തക്കവണ്ണം പരിശുദ്ധ ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. ഒരു അസാധാരണമായ ഒരു ഓപ്പണിംഗ്, ഒരു ടൈം. ഈ 1 തീമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കും പറഞ്ഞത്, കാലം ദുഷ്കാലമാകിയാൽ സമയത്ത് എന്ത് ചെയ്യുക, തക്കത്തിൽ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, 2026 നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവ് നിന്റെ സമയത്തെ എന്റെ ലൈഫിൽ തെറ്റിച്ച് കാണുന്ന എല്ലാ ശത്രുവിന്റെ കണികളെ ഞങ്ങൾ ദൂരെ വലിച്ചെറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ചില ദൈവത്തിന്റെ സമയം അടുത്ത് വരുമ്പോഴത്തേന് ശിംശോന്മാരെ തെറ്റിച്ച് കാണുന്ന ചില ദലിതന്മാരുണ്ട്. ദാവീദിന്റെ ലൈഫിന്റെ അകത്ത് ചില സമയങ്ങൾ അടുത്ത് വരുമ്പോഴത്തേന് അടുത്തൊരു പദ്ധതിയുമായി അകത്ത് കയറിയ സമയത്ത് നശിപ്പിച്ച് കളഞ്ഞ ചില പദ്ധതികളെ സാത്താൻ കൊണ്ടുവരും. ഇന്ന് രാത്രികാലം നീ മനസ്സിലാക്കണം, നിന്റെ ലൈഫിന്റെ അകത്ത് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞ സമയമാണ്. ഞാൻ ഈ കഴിഞ്ഞ വർഷം അവസാനമായപ്പോൾ ഒരു പാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഞാൻ ചുമ്മാ ഉണ്ടാക്കണം, അതിനകത്ത് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. ചില സാധനമൊക്കെ കിട്ടി. ഞാൻ പറഞ്ഞു, ടൈം എന്ന് പറഞ്ഞ് മനുഷ്യന്റെ ലൈഫിന്റെ അകത്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ്. ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സമയം കണ്ടെത്തി നിങ്ങളോട് ഇരിക്കുകയും സംസാരിക്കുകയും ആത്മീയമായ കൂട്ടായ്മകളെ നിങ്ങൾ എൻകറേജ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. കാരണം അവർ ലൈഫിന്റെ അകത്ത് ഏറ്റവും വാല്യുബിൾ ആയ സാധനമാണ് നിങ്ങൾക്ക് തന്നത്. പൈസ തരുന്നവന് തിരിച്ചുണ്ടാക്കാൻ കഴിയും, പണം തരുന്നവനും സമ്പത്ത് തരുന്നവനൊക്കെ തിരിച്ചുണ്ടാക്കാൻ കഴിയും. സമയം തരുന്നവന് സമയം തിരിച്ചു കിട്ടത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സമയം ചെലവിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികൾ നിങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ കഴിഞ്ഞ ഒരു 40 ദിവസം ഇങ്ങനെ ഫാസ്റ്റിംഗിലായിരുന്നു. ഞാൻ ഉപവാസത്തിലായിരിക്കുമ്പോൾ ഞാൻ ഇന്നും എന്റെ അപ്പൻ പഠിപ്പിച്ചിരുന്ന ഒരു പാറ്റേണിൽ ഞാൻ ഉപവസിക്കുമ്പോൾ അറയ്ക്കൊന്നും പുറത്തു പോകാറില്ല. 40 days കംപ്ലീറ്റ് റൂം അടയ്ക്കുക, ആ റൂമിന്റെ അകത്ത് തന്നെ ഇരിക്കുക. ഞായറാഴ്ച സഭായോഗത്തിന് മാത്രമേ ജോലി ഇറങ്ങത്തുള്ളൂ. December 1 മുതൽ January 10 വരെ ഞാൻ ഉപവാസത്തിലിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ആത്മ എന്നോട് ഈ ഭാഗം ഇടപെടുന്നത്. ഈ സമയം നിനക്ക് വേണ്ടി സമയം ചെലവിട്ടതെന്ന് ഓർത്ത് പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ അങ്ങനെ ലൈഫിന്റെ അകത്ത്, കോളേജ് ലൈഫിന്റെ അകത്തൊക്കെ എന്നെ വളരെ സഹായിച്ച ചില വ്യക്തികളെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചില എന്നോട് ഇടപെട്ടു. ഞാൻ ഉടനെ ആ വ്യക്തിയെ വിളിച്ചു. 10-20 വർഷത്തിന് ശേഷം ഞാൻ വിളിക്കുന്നത്. എനിക്ക് വല്ലപ്പോഴും മെസ്സേജ് അയക്കും, പക്ഷെ നമ്മൾ സംസാരിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് ഒരു ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ ഇന്ന് രാവിലെ ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ നമുക്ക് വേണ്ടി സമയം ചെലവിട്ടവരെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാൻ ഇടയായി. പാസ്റ്ററിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എന്നോട് ദൈവം ചില ആലോചന പറഞ്ഞു, പുള്ളിയോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പേര് കർത്താവ് തന്നു, ഈ പേരിൽ ഒരു ബുക്ക് നിങ്ങൾ ഈ വർഷം എഴുതി റിലീസ് ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. പുള്ളി പൊട്ടിക്കരഞ്ഞ് കുറെ കഴിഞ്ഞ് പുള്ളി ഫോൺ കട്ട് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് പുള്ളി എനിക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. പുള്ളിയോട് പറഞ്ഞു, റൊണാൾഡോ, ഇന്ന് നീ ആ രാവിലെ ആ കോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ എങ്ങനെയായിരുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് കറക്റ്റ് ടൈമിലാണ് നിന്റെ കോൾ വന്നത്. അത് ഭയങ്കരമായി പുള്ളി ധൈര്യപ്പെടുത്തി. എന്നിട്ട് പുള്ളി പറഞ്ഞു, 1998 ഒരു പ്രവാചകൻ പുള്ളിയോട് ഈ പുസ്തകത്തിന്റെ കാര്യം പേരും പറഞ്ഞത്. പക്ഷെ അന്ന് പുള്ളി അത് മൈൻഡ് ചെയ്തില്ല. എത്രയോ വർഷം പുള്ളി അത് മറന്നു പോയിരിക്കുകയാണ്. പക്ഷെ ദൈവം വീണ്ടും ഓർമ്മിപ്പിച്ചു. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ വീണ്ടും ദൈവം ഓർമ്മിപ്പിക്കും. അതെന്തിനാണെന്നറിയാമോ? സമയം അടുത്തായി എന്നുള്ളതിന്റെ തെളിവാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? എവിടെയൊക്കെയോ ചില വാഗ്ദത്തങ്ങൾ നിന്നോട് വീണ്ടും ദൈവം ഉരുവിടുന്നതോ നീ ചിലതിനകത്ത് അടുക്കുകയാന്നുള്ളതിന്റെ അർത്ഥമാണ്. പരിശുദ്ധ ആത്മാവിന്റെ രാത്രികാലം നിന്നെ കുടുംബമായി കൈപിടിച്ച് യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തത്തിലേക്ക് സ്വർഗം നയിക്കാൻ പോവുക. നിന്റെ സമയത്തിലേക്ക് കർത്താവ് നയിക്കാൻ പോവുക. ഒരു ടൈം, ഭയങ്കരമായ ഒരു ഗോഡ്സ് ടൈം ഓപ്പൺ ആക്കുകയാണ്. ഇസ്രായേൽ ജനത്തിനെ വിടുവിക്കാൻ ദൈവത്തിനൊരു സമയമുണ്ടായിരുന്നു. പലരുടെ ലൈഫിന്റെ അകത്ത് ദൈവം മുൻകുറിച്ച സമയത്തിന്റെ അകത്ത് ദൈവം പ്രവർത്തിച്ചിരിക്കുന്ന ഈ 2026 നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് അസാധാരണമായ ചില സമയങ്ങളെ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. ബ്ലോക്ക് ആയതിനെ ഡിലേ ആയതിനെ നിങ്ങൾ ചിന്തിച്ച് വറി ചെയ്യേണ്ട. അവൻ അതിന്റെ സമയത്ത് സിമ്പിളായിട്ട് അവൻ ചെയ്യും. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ഈ ശിഷ്യന്മാർ കിടന്ന് എത്രയുള്ള തത്രപ്പാട് ഈ പടകിൽ കെട്ടെന്നറിയാവോ? ആല അടിച്ചുയർന്നപ്പോൾ എന്തൊക്കെ തത്രപ്പാടുകൾ ചെയ്യുന്നറിയാവോ? യേശു സിമ്പിളായിട്ട് കണ്ണു തുറന്ന് എഴുന്നേറ്റു, കടലേ ശാന്തമാകാന്ന് പറഞ്ഞു. പ്രശ്നം തീർന്നു. ഈ നമ്മുടെ ലൈഫിന്റെ അകത്ത് കർത്താവ് എഴുന്നേറ്റ് ഒറ്റ വാക്ക് പറഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നു? നമ്മൾ ഈ പെടുന്ന എന്തെല്ലാം നമ്മൾ കഷ്ടപ്പെട്ടാലും സമയാമതിൽ കർത്താവ് ചെയ്തു കൊടുത്തറാന്ന് പറയും ദൂതനോട്. അവൻ വന്ന് സിമ്പിളായിട്ട് ചെയ്തിട്ട് പോകും. നമ്മൾ ചിന്തിക്കും, ഇതിനാണോ ഇത്രയും വർഷം കിടന്ന് ഈ പാടുപെട്ടവർ? അങ്ങനെ ചില സാക്ഷികളുണ്ടാകും.
അങ്ങനെ ചില സാക്ഷ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ചില ദൈവപ്രവൃത്തി നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് കർത്താവ് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇതൊരു വെറിയ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ മെസ്സേജ് അല്ല, ഞാൻ എടുത്ത മെസ്സേജ് ടച്ച് പോലും ചെയ്തില്ല, വിട്ടേനെ. ഇത് നിങ്ങളോടുള്ള ദൂതായിട്ട് നിങ്ങൾ പോകട്ടെ. പരിശുദ്ധ ആത്മാവ് അസാധാരണ, ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ഹിതത്തിന്റെ അകത്ത് there is a promise of God, there is a time of God. നിനക്കൊരു പ്രോമിസ് ലഭ്യമായിട്ടുണ്ടോ? ദൈവം നിശ്ചയമായി നിനക്ക് അതിനു വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 49-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ മലയാളത്തിൽ വായിക്കുമ്പോൾ പ്രസാദകാലം എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ the right time, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ at the right time I will answer your prayers. നിന്റെ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് ഞാൻ മറുപടി നൽകും. പ്രസാദകാലം എന്ന് പറയുമ്പോൾ അത് അർത്ഥം മാറിപ്പോയി. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ അകത്ത് RSV ട്രാൻസ്ലേഷൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അറ്റ് ദ റൈറ്റ് ടൈം ഐ വിൽ ആൻസർ യുവർ പ്രേയേഴ്സ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകാൻ ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിന്റെ അകത്ത് നിശ്ചയമായും ദൈവം നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ചെയ്യും. ഈ ടൈമിനെ ഒരിക്കലും എന്താ പറയുക, നമ്മുടെ ലൈഫിൽ മിസ്സാക്കി കളയാതെ നമ്മൾ സൂക്ഷിക്കണം. ഈ ടൈം മിസ്സായി പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിന്റെ അകത്ത് പല പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിന്റെ അകത്ത് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ എഫേസ്യ ലേഖനം 5-ാമത്തെ എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം എടുത്ത്. എബ്രായ ലേഖനം 12:16. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുകയും. അതിന് മുമ്പത്തെ വാക്യം വെച്ച്, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ. യേശാവിടെ ലൈഫിനെ കുറിച്ച് വായിക്കുമ്പോൾ ഒരൊറ്റ ഊണിന് വേണ്ടി തന്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകൊടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത്? വിറ്റുകളഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഗൗരവമേറിയ കാര്യമാണ്. അത് എന്തുകൊണ്ട് ഞാനത് കാര്യം പറഞ്ഞു, നിങ്ങൾ താഴോട്ട് വായിച്ചറിയാം. അടുത്ത വാക്യം കൂടെ വായിച്ചേ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും. കണ്ടോ, പിന്നത്തേതിൽ അവൻ അത് പ്രാപിപ്പാൻ ആഗ്രഹിച്ചു, പക്ഷേ അവന് പറ്റിയില്ല. എല്ലാരും പറഞ്ഞേ, നമ്മുടെ ലൈഫിന്റെ അകത്ത് സമയം നഷ്ടമായി ആൾട്ടർനേറ്റീവ് പ്ലാനിലേക്ക് നമ്മുടെ ലൈഫ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചാലും ചിലതെല്ലാം നടക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വലിയൊരു ആവേശത്തിലുള്ള പ്രസംഗമൊന്നുമല്ല ഞാൻ പ്രസംഗിക്കുന്നത്, എനിക്കറിയാം. പക്ഷെ ഇതിന്റെ അകത്ത് ആത്മമണ്ഡലത്തിൽ ദൈവം എന്താ ചെയ്യുന്നത് നന്നായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. അത് മനസ്സിലാകുന്നുണ്ടോ? അവന്റെ സമയം എന്ന് പറഞ്ഞാൽ, ഈ യേശയ്യാടെ ഞാൻ ഈ ഭാഗം എടുക്കാനുള്ള കാരണം, അവന്റെ മേൽ പകരപ്പെട്ട ജ്യേഷ്ഠാവകാശം, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന നമ്മുടെ അഭിഷേകം കർത്താവ് ഇന്നത്തേക്ക് വേണ്ടി തന്നതല്ല, അവന്റെ സമയത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം തന്ന അഭിഷേകമാണ്. പക്ഷെ അവന്റെ സമയത്തിന് മുമ്പിൽ ഒരിക്കലും നിസാരമായ അപ്പത്തിന് വേണ്ടിയും ആഹാരത്തിന് വേണ്ടിയും സുഖത്തിന് വേണ്ടിയും ആ അഭിഷേകത്തെ വിറ്റുകളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ അകത്ത് നമ്മൾ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ വിളിക്കുമ്പോൾ പറഞ്ഞൊരു പദമുണ്ടല്ലോ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. എന്താണ് യേശ നഷ്ടപ്പെടുത്തി കളന്നറിയാമോ? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യേശാടെയും ദൈവം എന്നാ വരേണ്ടത്. ആ യേശ എന്ന് വിളിക്കപ്പെടേണ്ട പദവിയാണ് അവൻ വിറ്റ് കളഞ്ഞത്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? യേശ വിറ്റ് കളഞ്ഞത് നിസ്സാരമായ ഒരു കാര്യമല്ല. അവൻ വിറ്റ് കളഞ്ഞത് ഇന്നും ജീവിതകാലം മുഴുവനും ദൈവം അവന്റെ പേരിൽ അറിയപ്പെടുവാൻ അവന് കൊടുത്ത പദവിയാണ്. ഒരൊറ്റ നേരം ആഹാരത്തിന് വേണ്ടി അവൻ വിറ്റ് കളഞ്ഞത്. ആ സമയം നഷ്ടമായതുകൊണ്ട് അവന്റെ ലൈഫിന്റെ അകത്ത് വന്നത് ചെറിയ നഷ്ടമല്ല, പിന്നീട് അവൻ പ്രാപിപ്പാൻ ആഗ്രഹിച്ചിട്ടും പ്രാപിക്കാൻ കഴിയാതെ പോയി. ഞാനിത് പറയാനുള്ള കാരണം 2026 നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന സമയം നഷ്ടപ്പെട്ടു പോകാതെ പ്രാമൻ സൂക്ഷിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. നിങ്ങൾ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം. പിശാച് പല ഓഫറുമായി വരും, നിന്റെ മുമ്പിൽ പല ഓഫറുമായി വരും, നിന്റെ ആത്മീയതയ്ക്ക് പല ഓഫറുമായി വരും, നിന്റെ പ്രാർത്ഥനയെ നശിപ്പിക്കാൻ പല ഓഫറുമായി വരും, അഭിഷേകത്തെ നശിപ്പിക്കാൻ പല ഓഫറുമായി വരും, പല തട്ടിപ്പുമായി വരും.
രാത്രികാലം മനസ്സിലാക്കിക്കോണം, ഇന്നത്തെ സാഹചര്യം കണ്ടിട്ടല്ല ദൈവം നിന്റെ മേലെ അഭിഷേകം പകർന്നത്. ഇന്നത്തെ സമയം കണ്ടിട്ടല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. ഇന്നത്തെ സാഹചര്യം കണ്ടിട്ടല്ല ദൈവം നിന്നെ വിളിച്ചത്. നാളുകളിൽ നീ ആരാകുമെന്നും എന്താകുമെന്നും നീ എങ്ങനെ അറിയപ്പെടുമെന്ന് അറിഞ്ഞിട്ടാണ് നിന്റെ മേൽ അവൻ ചിലത് പകർന്നത്. അവൻ സാധാരണമായ ചിലതിന്റെ മുമ്പിൽ നീ തല കുനിഞ്ഞ് വിറ്റ് കളയരുത് കുഞ്ഞേ. നിന്റെ മേലുള്ളത് വലിയ പദവിയാണ്. നിന്റെ പ്രാർത്ഥന വലുതാണ്, നിന്റെ അഭിഷേകം വലുതാണ്, നിന്റെ ശുശ്രൂഷ വലുതാണ്. ഇന്ന് രാത്രികാലം ഏതൊക്കെ മേഖലയ്ക്കകത്ത് പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നു, നീ കോംപ്രമൈസ് ആകുന്ന ചില മേഖലകളെ ഇന്ന് രാത്രികാലം മടക്കി പിടിക്കുക. സമയത്ത് നിന്റെ ലൈഫിന്റെ അകത്ത് ദൈവം വെളിപ്പെടുത്തുമ്പോൾ നിനക്ക് മനസ്സിലാകും ഇത് എന്തിനാ തന്നെന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാന് എന്റെ പപ്പ പറഞ്ഞ കാര്യമുണ്ട്. പപ്പ ഭയങ്കര ബിസിനസ് മാൻ ആയിരിക്കുന്ന സമയത്താണ് എപ്പോഴും ഉപവസിക്കുന്നത്. 40 ദിവസമൊക്കെ, ഒരു വർഷം 2 പ്രാവശ്യമൊക്കെ ഉപവസിക്കും. അകത്തെ ഒരു കഥ പഠിച്ചാൽ ഞങ്ങൾ പുറത്ത് കാണത്ത് പോലുമില്ല. അന്നൊക്കെ 10, 300, 400 പേരുടെ അപ്പന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഫോണും കാര്യങ്ങളും ഒന്നുമില്ലാത്ത സമയത്താണ് അകത്ത് കയറി 40 ദിവസം ഉപവസിക്കുന്നത്. പക്ഷെ പപ്പനോട് കാര്യം പറഞ്ഞു, മോനെ അന്നൊക്കെ ഞാൻ എന്തിനാ ഉപവസിച്ചെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്റെ പപ്പ വെറും 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും പല പാസ്റ്റർമാർക്ക് ഓർഡിനേഷൻ കൊടുക്കുന്നതും പല പാസ്റ്റർമാരെ പഠിപ്പിക്കുന്ന എന്റെ അപ്പനാണ്. അപ്പൊ ഒരു കാര്യം പറയും, അന്ന് ഞാൻ ഉപവസിച്ചതൊന്നും എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. വലിയൊരു എൻകൗണ്ടർ ഒന്നും ഉണ്ടായില്ല, ഒരു വെളിച്ചം ഉണ്ടായില്ല, ദൂതൻ ഇറങ്ങിയില്ല, സ്വർഗം ഇറങ്ങിയില്ല. ഞാൻ പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും. പക്ഷെ ബാബ പറഞ്ഞു, 10-20 വർഷം കഴിഞ്ഞ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ മേൽ അന്ന് ഞാൻ ഇരുന്നതിന്റെ വേല എന്താന്നുള്ളതാ. നിന്നോട് ദൈവം ചില മേഖലകളെ നിനക്ക് ഓർമ്മപ്പെടുത്തുമ്പോൾ, നിന്നോട് ഇരിക്കാൻ പറയുമ്പോൾ, നിന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, നിന്റെ മേൽ ചിലത് പകരുമ്പോൾ, കർത്താവ് ഇന്നത്തെ കാര്യം കണ്ടിട്ടല്ല നിന്റെ മേൽ അത് പകരുന്നതോ. കാലങ്ങളുടെ അപ്പുറത്ത് അവന്റെ സമയത്തിൽ വെളിപ്പെടുവാനുള്ളത് മനസ്സിലാക്കിയിട്ടാണ് സ്വർഗം നിന്റെ മേൽ ചിലതെല്ലാം പകരുന്നെന്നുള്ളത് നീ മനസ്സിലാക്കാൻ മറന്നു പോകരുത്. ആമേൻ. പിന്നീട് അവൻ പ്രാപിക്കുവാൻ, ഹിന്ദിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അയോഗ്യമാനാകിയാത്ത ബാദ്മയോ ലേന ചത്താത്ത. പിന്നീട് അവൻ പ്രാപിക്കാൻ ശ്രമിച്ചിട്ടും അതിന് യോഗ്യനല്ലാത്തവനായി മാറി. മലാക്കിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, അവനെ വെറുത്തു, യേശയെ വെറുത്തു. യേശയുടെ ലൈഫിന്റെ അകത്ത് പറ്റിയ പല അബദ്ധങ്ങളുണ്ട്. ഒന്ന് അവൻ, നിങ്ങൾ നോക്കിക്കേ, തന്റെ സഹോദരന്റെ മുമ്പിൽ വരുമ്പോൾ അവർ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. വിറ്റെന്നല്ല എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ വിറ്റെന്നാണ് എഴുതിയിരിക്കുന്നത്. വിറ്റ് കൊടുത്തവനാണ്. പക്ഷെ തന്റെ തലമുറകളോട് സംസാരിച്ചപ്പോൾ അവൻ കള്ളം പറഞ്ഞു. വിറ്റെന്നല്ല പറഞ്ഞ് എന്റെ സഹോദരനെ വഞ്ചിച്ചു എന്നാ പറഞ്ഞ്. അവന്റെ തലമുറകളോട്, എന്റെ മോനെ അപ്പനൊരു അബദ്ധം പറ്റിപ്പോയി, അപ്പൻ ഇങ്ങനെ തെറ്റ് ചെയ്തെന്ന് പറയുവാർന്നെങ്കിൽ തലമുറകൾ രക്ഷപ്പെട്ടാണ്. പക്ഷെ ഒരു റോങ് ഇൻഫർമേഷൻ തലമുറയിലേക്ക് അവൻ കൈമാറുന്ന. അവൻ പറയുക, ഞാൻ വിറ്റു, അവൻ എന്നെ കളിപ്പിച്ചു എന്നാ പറഞ്ഞു. അതുകൊണ്ട് എന്താ, ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും ഹല്ലേലൂയ മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഇടംകാരെന്ന യേശയുടെ തലമുറയായിരുന്നു. നീ നിന്റെ ലൈഫിന്റെ അകത്ത് അടുത്ത തലമുറകളിലേക്കും അടുത്ത കുഞ്ഞുങ്ങളിലേക്കും അടുത്ത വ്യക്തികളിലേക്കും പുതിയ വിശ്വാസികളിലേക്കും നല്ല സന്ദേശങ്ങളെ കൈമാറും. നിനക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കുറവുകളെ അല്ല. ഇന്നെന്തുകൊണ്ടാ പിള്ളേരാരും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാത്ത? അപ്പനമ്മമാര് ബുദ്ധിമുട്ടും പറഞ്ഞ് അവര് പറഞ്ഞ് നീ വേണ്ടെന്ന് പറഞ്ഞ്, ഈ ദൈവത്തെ വേണ്ട, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ദൈവത്തെ വേണ്ട, ദൈവവേലയ്ക്ക് ഇറങ്ങുന്നില്ലെന്നാ പറഞ്ഞു. നമ്മുടെ ദൈവം ദാരിദ്ര്യത്തിന്റെ ദൈവം ഒന്നല്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ സുവിശേഷം കേട്ടാൽ അതിനെ അംഗീകരിക്കരുത്, റിജക്ട് ചെയ്യണം. ദാരിദ്ര്യത്തിന്റെ ദൈവം ഒന്നല്ല. ദരിദ്രനായാലും സ്വർഗരാജ്യം അങ്ങനെ ദൈവം പഠിപ്പിച്ചിട്ടില്ല. സമ്പത്തുള്ളത് തെറ്റെന്ന് ദൈവം പഠിപ്പിച്ചിട്ടില്ല. സമ്പത്ത് കൊടുക്കാൻ മനസ്സിലാത്തതാണ് തെറ്റ്. സമ്പത്തുള്ളവൻ യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എല്ലാം ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഒരിക്കൽ പോലും ഈ സമ്പത്ത് തെറ്റാന്ന് പറഞ്ഞോ? നിനക്ക് സമ്പത്തുണ്ട് തെറ്റാന്ന് പറഞ്ഞു? ഇല്ല. ഒരു കുറവ് കാണും. എന്താ, നീ ആർക്കും കൊടുക്കുന്നില്ല, നീ വിറ്റ് കൊടുക്കാൻ പറഞ്ഞു. ആ കൊടുക്കാൻ മനസ്സിലാക്കി വന്നതാണ് ദൈവം പറഞ്ഞത്, ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്വർഗരാജ്യത്തിലേക്ക്. പൈസ ഉള്ളതോ സമ്പത്തുള്ളതോ തെറ്റല്ല കുഞ്ഞെ. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹല്ലേലൂയ, വിശ്വാസികൾക്ക് വയർ നിറച്ച് കൊടുത്താൽ കർത്താവ് ശുശ്രൂഷന്മാർക്ക് കൂടെ നിറച്ച് തരും. 12 ശിഷ്യന്മാർക്ക് കൂടെ നിറച്ചാൽ കിട്ടിയത് എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ നിങ്ങളൊരു ഉദാഹരണം പറയാം, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു കല്യാണത്തിനകത്ത് കൂടി പേര് 400-500 പേര് വരുമോ? 500 പേര് നിങ്ങളൊന്ന് വിളമ്പി നോക്കിക്കേ. നിങ്ങളൊരു 12 പേര് 500 പേര് വിളമ്പി നോക്കിക്കേ. പറയാം നിങ്ങളുടെ ഇടപാട്. 20,000 പേർക്ക് വെറും 12 പേരെ വിളമ്പി. നിസ്സാര പണിയാത്. അതാ പറഞ്ഞത്. എന്താ, കൊയ്ത്ത് അധികം, വേലക്കാരോ ചുരുക്കം. ചുരുക്കപ്പെട്ട വേലക്കാർ ഇത്രയും കൊയ്ത്തുകൾ ഇടയിൽ ചെന്ന് ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ കർത്താവ് കൂടെ ചെന്നിരിക്കും. അസുഖപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ഐപാഡ് വാങ്ങിച്ചിരിക്കും, കാറിൽ പോയിരിക്കും. നിങ്ങൾ അസുഖപ്പെട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വയർ നിറച്ച് കിട്ടിയാൽ ഞങ്ങൾക്ക് കൂടെ നിറച്ച് കിട്ടും. അതുകൊണ്ട് ഈ ദാരിദ്ര്യത്തിന് സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കരുത്.
കൊടുക്കാൻ മനസ്സ് വേണം. നിനക്ക് എത്ര കോടികൾ കിട്ടിയാലും അത് കൊടുക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ, അത് സ്വർഗരാജ്യത്ത് പോകാൻ നിനക്ക് ഒരു തടസ്സമല്ല. പക്ഷെ അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് അറിയുമ്പോൾ, കിട്ടിക്കഴിഞ്ഞ പിന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഡൽഹി വരുന്ന ഇഷ്ടംപോലെ പിള്ളേരുണ്ടല്ലോ, ഇവിടെ നിന്ന് എല്ലാം പ്രാർത്ഥിച്ച് ഫോറിനിൽ പോകും. ഇവിടെ ഉള്ളപ്പോൾ അവർക്കെല്ലാം ജോലി 10,000, 15,000, 20,000 രൂപയുള്ള ശമ്പളമൊക്കെ. 1,000 രൂപ 2,000 രൂപ ദശാംശം കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെളി പോയി കഴിയുമ്പോൾ 1 മാസം ശമ്പളം 2.5 ലക്ഷം രൂപ. അപ്പൊ എത്ര ദശാംശം കൊടുക്കണം? 25,000 രൂപ ദശാംശം കൊടുക്കണം. അപ്പോഴാണ് ഓരോരുത്തരുടെ ചോദ്യം വരുന്നത്, അച്ഛാ പുതിയ നിയമത്തിൽ എവിടെയാ പറഞ്ഞേക്കുന്നത് ദശാംശം കൊടുക്കണം? ഇതുകൊണ്ട് തന്നെയാ ദൈവം പറഞ്ഞത്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷെ ഇത് പ്രശ്നമാണ്. കാരണം കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് പോകും. 2 ലക്ഷം ദൈവം എന്തിനാ തന്നെന്ന് ചോദിച്ചോ? അത് ചോദിക്കത്തില്ല. 25,000 എന്തിനാ കൊടുക്കുന്നതാ ചോദിക്കുന്നത്. നീ കൊടുക്കണ്ട കുഞ്ഞ, പുതിയ നിയമത്തിൽ പഠിപ്പില്ല. നീ മര്യാദ തിരിച്ചിങ്ങോട്ട് ഇന്ത്യയിൽ പോലും ഇവിടെ വന്ന് 10,000 രൂപ പിന്നെയും ജോലി ചെയ്യും. പ്രശ്നം തീർന്നല്ലോ. അപ്പൊ കൂടുതൽ കിട്ടും തോറും നമുക്ക് കൊടുക്കാനുള്ള മനസ്സ് പറയും. അതാണ് ദൈവം പറഞ്ഞത്, ഈ കൊടുക്കാനുള്ള മനസ്സില്ലാതെ വരുന്നതാണ് പ്രശ്നം. ദരിദ്രനാ, പക്ഷെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പ്രസംഗിച്ച് പഠിപ്പിച്ചു, ദരിദ്രനായ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അതുകൊണ്ട് പാസ്റ്റർമാരും ഒന്നും വെച്ചില്ല, ഒന്നും ചെയ്തില്ല, തലമുറയ്ക്ക് ഒന്നും കരുതില്ല. അതുകൊണ്ട് ആ തലമുറകളൊന്നും ആരും സുവിശേഷത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം അവർ ദാരിദ്ര്യത്തിനകത്ത് ജീവിച്ചത്. അങ്ങനെ ഒരു സുവിശേഷകരണം ദൈവം പഠിപ്പിച്ചിട്ടില്ല. ബുദ്ധിമുട്ടുകൾ കാണണം, പക്ഷെ ദൈവം അന്നത്തേക്കുള്ളത് സമൃദ്ധിയായി നൽകി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്ന് രാത്രികാലം അങ്ങനത്തെ ചില തെറ്റിദ്ധാരണ മാറിപ്പോകട്ടെ. അങ്ങനത്തെ ചില ദാരിദ്ര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത്, ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തുള്ള ചില ദാരിദ്ര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് അഴിഞ്ഞു മാറുകയാണ്. ചില സ്പിരിറ്റ് ഓഫ് പോവർട്ടിയാണ്. അത് സ്പിരിറ്റ് ഓഫ് പോവർട്ടിയാണ്. നിന്നെ വഞ്ചിച്ചിടുന്ന ചില മേഖലകളാണ്. ഈ മാമൂൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അതൊരു എന്താ പ്രോസ്പെരിറ്റി ആയിട്ട് ഒരു സ്പിരിറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോവർട്ടിയും ഒരു സ്പിരിറ്റ് ആണ്. എത്ര പേര് രാത്രികാലം 1 മിനിറ്റ് പ്രാർത്ഥിക്കും, എന്റെ കുടുംബത്തിന്റെ അകത്ത് ശത്രു കൊണ്ടുവന്നിട്ടിരിക്കുന്ന ചില സ്പിരിറ്റ് ഓഫ് പോവർട്ടിനെ ക്യാൻസൽ ചെയ്യുന്നു. ലോണുകൾ എന്റേതല്ല, കടവാരം എനിക്കുള്ളതല്ല, സാഹചര്യങ്ങളെ കുഴച്ചു മറിച്ച് എന്റെ ചിന്തകളെ എന്റെ അകത്ത് ഡിപ്രഷൻ കൊണ്ടുവരുന്ന പദ്ധതികളൊന്നും ദൈവത്തിൻ്റെതല്ല. പക്ഷെ എവിടെയൊക്കെ നമ്മൾ തെറ്റ് ചെന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രികാല സ്പിരിറ്റ് ഓഫ് പോവർട്ടി നിങ്ങളന്ന് പോട്ടെ. പരിശുദ്ധ ആത്മാവ് അസാധാരണമായി നിങ്ങളുടെ ലൈഫിന്റെ അകത്ത്, ഞാൻ പറഞ്ഞില്ലേ, പെർഫെക്റ്റ് പ്ലാനിൽ നിന്നും ആൾട്ടർനേറ്റീവ് പ്ലാനിലേക്ക് പോകാതെ വണ്ണം 2026 നിങ്ങൾ സൂക്ഷിക്കുക. അതിന്റെ അകത്ത് കർത്താവ് അസാധാരണമായ ചില സമയത്ത് നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തരും. എവിടെയൊക്കെയോ ഇന്ന് രാത്രികാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നിട്ടുണ്ടെന്നും ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് 100% ഉറപ്പുണ്ട്. യേശുവിന്റെ ലൈഫിന്റെ അകത്ത് പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത്. നിങ്ങൾ അറിയാമോ, പത്രോസ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവന് തണുപ്പ് വന്നപ്പോൾ, തണുപ്പടിച്ചപ്പോൾ തീ കായാൻ പോയപ്പോഴാണ് ചോദ്യം വന്നത്. അപ്പോഴാണ് അവളെ ആര് തള്ളി പറഞ്ഞു വന്നേ? യേശുവിനെ തള്ളി പറഞ്ഞു വന്നേ. തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുള്ളി ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ഈ പത്രോസ് ചോദിക്കാം, അതെന്താ പത്രോസ് ഇപ്പൊ തണുക്കുന്നില്ലേ? അതേ രാത്രി ഇപ്പൊ എന്തിനാ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു? ഇപ്പൊ തണുക്കുന്നില്ലേ? അപ്പൊ ഒരു അല്പം നിമിഷം ചൂടിന് വേണ്ടി പോയപ്പോൾ ആരെ തള്ളി പറഞ്ഞ അവസ്ഥ വന്നു? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. അല്പ നിമിഷത്തേക്കുള്ള സുഖത്തിന് വേണ്ടി, അല്പ നിമിഷത്തേക്കുള്ള ചൂടിന് വേണ്ടി, അല്പ നിമിഷത്തേക്കുള്ള സന്തോഷത്തിന് വേണ്ടി എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകളെ നഷ്ടപ്പെടുത്തി കളയരുതേ. ദൈവത്തെ തള്ളിക്കളയരുതേ. സമയത്തെ നഷ്ടപ്പെടുത്തി കളയരുതേ. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ നാളെ ചോദ്യം ചോദിക്കുന്നത് സമയത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിച്ചെന്നുള്ളതാണ്. ഇന്ന് രാത്രികാലം നമ്മൾ കണക്ക് കൊടുക്കേണ്ടത് നമ്മുടെ സമയത്തെ കുറിച്ചാണ്. പരിശുദ്ധ ആത്മാവ് നമ്മളെ ഇന്നത്തേക്ക് മാത്രമല്ല നാളെ എന്ത് ചെയ്യണമെന്ന് കണ്ടിട്ടാണ് കർത്താവ് പല സാഹചര്യത്തിന്റെ അകത്തും ദൈവം നമ്മളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 30-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യാക്കോബ് ഇങ്ങനെയാണ് പറഞ്ഞ, സമയം കഴിയുന്നത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. 30-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞതോ, അവൻ തന്റെ ലാബാനോട് പറയുകയാണ്, ഞാൻ വരുന്നതിന് മുമ്പ് നിനക്ക് അല്പമേ ഉള്ളായിരുന്നു, എന്നാൽ ഇപ്പോൾ നിനക്ക് എല്ലാം ധാരാളമായി. അവനിപ്പോ ഇത് എന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള സമയമാണ്. അവൻ ഓരോന്നിനും അതിൻ്റെതായ കാലമുണ്ട്. ഇന്ന് രാത്രി കാലത്ത് അവർ പറയും, ഇത് എന്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള സമയമാണ്. 2026 നിന്റെ ഫാമിലിയുമായുള്ള ബന്ധത്തിൽ കർത്താവ് ചിലതിനെ ചെയ്യുന്ന സമയമാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ലാബാനോട് പറയാം, ഞാൻ വരുന്ന മുമ്പ് എനിക്ക് ഇച്ചിരി ഉള്ളത്, പക്ഷെ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രവചിച്ച് പറയട്ടെ, ആമേൻ, നിന്റെ ലൈഫിന്റെ അകത്ത് ഇല്ലായ്മകളെ നിറവാക്കി മാറ്റുന്ന ചില കണക്ഷനിലെ കർത്താവ് തരും.
നിന്നെ മറ്റവന്റെ ലൈഫിലേക്ക് നിറവാക്കി മാറ്റുന്ന ഒരു കണക്ഷനായി ദൈവം നിന്നെ മാറ്റി. എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കുക? 2026 ഒന്നുമില്ലായ്മയിൽ നിന്നും ചിലതെല്ലാം വർധനവിലേക്ക് കൊണ്ടുപോകുന്ന, ഇൻക്രീസിലേക്ക് കൊണ്ടുപോകുന്ന ചില ഡിവൈൻ കണക്ഷനുകൾ ഇന്ന് രാത്രികാലം ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ഡിവൈൻ കണക്ഷനുകൾ ഉണ്ടായി വരട്ടെ. ഒരു ലാബാനെ ധനവാനാക്കിയ ഒരു യാക്കോബിന്റെ ഒരു കൂട്ടുമുട്ടൽ പോലെ കർത്താവ് ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി ചില ഡിവൈൻ കണക്ഷനിൽ ഒരുക്കും. നിന്റെ ശുശ്രൂഷയിൽ ഡിവൈൻ കണക്ഷനിൽ ഒരുക്കും. അത് നിന്റെ ഒരു പെർഫെക്റ്റ് ടൈം ആയിരിക്കും. ആ പെർഫെക്റ്റ് ടൈമിന്റെ അകത്ത് ഒരു ഗ്രോത്ത് ഉണ്ട്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അഡീഷൻ അല്ല, മൾട്ടിപ്ലിക്കേഷൻ. ബൈബിളിന്റെ അകത്ത് ഞാൻ പഠിച്ചിട്ടുള്ള രഹസ്യത്തിന്റെ അകത്ത് ഒരു രഹസ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം അഡീഷന്റെ ദൈവമല്ല, മൾട്ടിപ്ലിക്കേഷന്റെ ദൈവമാണ്. ഞാൻ പറഞ്ഞേ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ അല്ല. 1+1 അല്ല, അഡീഷൻ പരിപാടി ദൈവം ചെയ്തിട്ടില്ല. ദൈവം മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾ പെരുകുവിൻ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുമ്പോൾ churches multiplied, disciples multiplied, believers multiplied. He is a God of multiplication. മൾട്ടിപ്ലിക്കേഷന്റെ ടൈം നിന്റെ ലൈഫിൽ ഇന്ന് രാത്രികാലം ഞാൻ ഓപ്പൺ ചെയ്യുക. പരിശുദ്ധയാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന സ്വർഗീയ അധികാരത്തിൽ ഇന്ന് രാത്രികാലം ഈ ഓൺലൈൻ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ ആത്മമണ്ഡലത്തിൽ ഞാൻ ആ സമയത്തെ തുറന്നു പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെയോ പരിശുദ്ധയാത്മാവ് നിന്റെ സമയത്തെ, ഒരു മൾട്ടിപ്ലിക്കേഷന്റെ സമയത്തെ, ഡിവൈൻ റിസോഴ്സിന്റെ സമയത്തെ, നിന്റെ അഭിഷേകം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ദൈവം ഉപയോഗിച്ച് തുടങ്ങുന്ന കുഞ്ഞ്, നിന്റെ ലൈഫിന് അത് ഡിലേ ആയിട്ടില്ല, മിനിസ്ട്രി ഡിലേ ആയിട്ടില്ല, നിന്റെ പ്രായം ഒരു കാരണമല്ല. നിന്റെ ഞാൻ ഡിലേ ആയി പോയോ, ലേറ്റ് ആയി പോയോ എന്നുള്ള നിന്റെ തോന്നലൊന്നും അല്ല കുഞ്ഞ. നീ വിട്ടുകളാ. ദൈവം തന്റെ സമയത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ ആൾട്ടർനേറ്റീവ് പ്ലാനിലേക്ക് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, പെർഫെക്റ്റ് പ്ലാനിലേക്ക് പോകണം. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിക്കാൻ കഴിയത്തുള്ളൂ. ആൾട്ടർനേറ്റീവ് പ്ലാനിലേക്ക് വരുമ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റീവ് പ്ലാന്റെ അകത്ത് കോൺസിക്വൻസസ് ഉണ്ടാവും. പെർഫെക്റ്റ് പ്ലാന്റെ അകത്ത് കോൺസിക്വൻസസ് ഇല്ല. അതുകൊണ്ട് പല പിള്ളേരും എന്ന് പറയും, അച്ഛാ ഞാൻ ഇന്നൊരു പെണ്ണിനെ പ്രേമിച്ചാൽ, അവിശ്വാസി പ്രേമിച്ചാൽ എന്താ തെറ്റുള്ള? അവര് എത്രയോ പേര് അങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ആത്മാവിനെ നമുക്ക് നേടാനോ? ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നും ആത്മാവിനെ നേടണ്ട. ഒരു അവിശ്വാസിയെ കല്യാണം കഴിച്ച് നീ കൊണ്ടുവന്ന് ആത്മാവിനെ നേടിയൊന്നും നീ സ്വർഗത്തിൽ പോകണ്ട. അങ്ങനെ ആത്മാവ് നേടാൻ പോയിട്ടുള്ള ആത്മാവെല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാരും പറഞ്ഞായിരുന്നു, എത്രയോ പേര് അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അവരിപ്പോ ചർച്ചയിൽ വരുന്നുണ്ടല്ലോ, ആരാധിക്കുന്നുണ്ടല്ലോ. കുഞ്ഞെ, അവര് ചർച്ചയിൽ വരുന്നു, ആരാധിക്കുന്നു ഇല്ലെന്ന് ആര് പറഞ്ഞു? നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ദൈവം ക്ഷമിക്കും. ആദമനെ അവൻ ദൈവം ക്ഷമിച്ചില്ലയോ? ക്ഷമിച്ചോടല്ലേ അവര് ജീവിച്ചത്, പിന്നെയും ക്ഷമിച്ചു. പക്ഷെ പ്രശ്നം എന്ന് പറയുമ്പോ ആൾട്ടർനേറ്റീവ് പ്ലാനിലേക്ക് മാറും. ക്ഷമിച്ചാലും കോൺസിക്വൻസസ് ഉണ്ട്. നമ്മൾ പാപം ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ, സമയത്തെ നമ്മൾ തെറ്റിച്ച് കളയുമ്പോൾ ദൈവം ക്ഷമിക്കും. പക്ഷെ അതിനെന്നുണ്ട്, കോൺസിക്വൻസ് ഉണ്ട്. അങ്ങനെ പോയിട്ടുള്ള എല്ലാവരുടെ ലൈഫിൽ നിങ്ങൾ നോക്കിക്കേ, അവരിന്ന് കോൺസിക്വൻസസ് അനുഭവിക്കുന്നവരാണ്. സമയത്തിലൊന്നും അവർ പ്രാപിക്കത്തില്ല, സമയത്തിലൊന്നും അവരുടെ ലൈഫിന്റെ അകത്ത് ലഭ്യമാകത്തില്ല. അങ്ങനെ ഒരു കോൺസിക്വൻസസ് ആയതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നേ. അവയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയതുകൊണ്ടല്ലേ, ആ ഒരു കോൺസിക്വൻസ് ഉണ്ടല്ലേ. ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവം ക്ഷമിച്ചു, പക്ഷെ കോൺസിക്വൻസ് ഉണ്ടായിരുന്നു. തന്റെ തലമുറകളെ ദൈവം തട്ടിക്കളഞ്ഞു. ശിംശോൻ പാപം ചെയ്തപ്പോൾ ദൈവം ക്ഷമിച്ചു, വീണ്ടും അഭിഷേകം കൊടുത്തു, ശക്തി കൊടുത്തു, പക്ഷെ കോൺസിക്വൻസസ്, അവരും ചേർന്ന് മരിച്ചു. ബൈബിളിന്റെ അകത്ത് എവിടെയെല്ലാം ആൾട്ടർനേറ്റീവ് പ്ലാന്റെ അകത്ത് പോയിട്ടുണ്ടോ അതിനകത്തെല്ലാം കോൺസിക്വൻസസ് ഉണ്ട്. ഇന്ന് രാത്രികാലം നിങ്ങൾ മനസ്സിലാക്കണം, 2026 പെർഫെക്റ്റ് പ്ലാനിലാണെങ്കിൽ ഡിലേ ആയാലും അവസാനമായാലും. നമ്മുടെ ചർച്ചിന്റെ അകത്ത് കഴിഞ്ഞ വർഷം ഒരു മീറ്റിംഗ് നടന്നപ്പോൾ ഒരു മോളോട് ഒരു പാസ്റ്റർ വന്ന് പ്രവചിച്ചു പറഞ്ഞു, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദേവദാസൻ, നമ്മുടെ ഒരു കൂട്ടുകാരനാണ് പാസ്റ്റർ അഖിൽ. പുള്ളിക്കാരൻ പ്രവചിച്ചു പറഞ്ഞു, ഓഗസ്റ്റ് 31 ആകുമ്പോൾ ആ മോളുടെ വിവാഹം ഒരു 4-5 വർഷമായിട്ട് നടക്കാതിരുന്നത്. ദൈവത്തിന് ഞാൻ വന്നപ്പോൾ വളരെ ഗൗരവമായി പ്രാർത്ഥിച്ച കർത്താവ് ഇന്ന് ആരോട് സംസാരിച്ചില്ല, അല്ലെങ്കിൽ ഇവളോട് ദൈവം പറഞ്ഞു സംസാരിക്കണം. ഞാൻ ആ പ്രാർത്ഥിച്ച ആമയും പറയും കറക്റ്റായിട്ട് ദൈവം തന്റെ ദാസനും കൂടെ ഇടപെടുകയും ചെയ്തു. ഓഗസ്റ്റ് 31 മുമ്പോ നിന്റെ വിവാഹം സെറ്റ് ആകുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പ്രവചിച്ചിട്ട് പോയി. ഞാൻ ഓഗസ്റ്റ് 31 ഞങ്ങളുടെ ചർച്ച മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ആ ഓഗസ്റ്റ് 31 രാത്രി 7-8 മണിക്ക് മീറ്റിംഗ് കഴിയുമ്പോഴും ഒന്നും സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികം നമ്മൾ എന്നാ പറയും, വന്ന നല്ല പ്രവാചകന എന്നേ നമ്മൾ പറഞ്ഞു. ഞാൻ കർത്താവേ ദൈവം എങ്ങനെ പ്രവർത്തിക്കണേ. അവള് 8:30 മണി കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. 9 മണിക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഫോൺ കോൾ വന്നു, ആലോചന വന്നു, സംസാരമായി, പാസ്റ്റർ സംസാരമായി, അവരുടെ വീട്ടിലെ ആൾക്കാർ സംസാരിച്ചു, എല്ലാം കൂടെ സംസാരിച്ചു, അങ്ങോട്ട് ഇങ്ങോട്ട് ഓൺലൈൻ ഫ്രീ സംസാരിച്ചു. രാത്രി 11:30 മണിയായപ്പോഴത്തേന് വിവാഹം സെറ്റായി. ഓഗസ്റ്റ് 31 നൈറ്റ് 11:30, 1/2 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ അടുത്ത മാസം തുടങ്ങും. 1/2 മണിക്കൂർ മുമ്പ് ദൈവം ചെയ്തു. ഞാൻ പറഞ്ഞു, ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അവസാന മിനിറ്റ് ആയാലും കർത്താവ് ചെയ്യും. അവന്റെ സമയത്തിൽ ദൈവം ഉറപ്പ്
ഉറപ്പായും ചെയ്യും. പരിശുദ്ധ ആത്മാവ് ചിലരുടെ ലൈഫിന്റെ അകത്ത് അങ്ങനെ ചെയ്യാൻ പോവുകയാണ്.